അതിലേക്ക് നീ ഒരു പാസ്ത മന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. ആരോഗ്യമേറ്റി തരണമേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടാ പിന്നവാ. വന്നെത്തി ഞങ്ങൾ പല വീട്ടിൽ നിന്നും ദുആഇനായി, നൽകിടേണേ ഞങ്ങളിൽ നീയത് മഖ്ബൂലതായി. ഒരുമിച്ച് കൂട്ട് ഞങ്ങളെ നീ മന്നവാ, നാളെ നിന്റെ സ്വർഗലോകം തന്നിലാ. നഫ്സീൽ ഹൈ നഫ്സീൽ ഹൈ നമഹൽ സറാ तेरा फर्श है वही बोरिया. സ്തുതികളകിലവും നിനക്കാണ് തമ്പുരാനെ. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ രാജകുമാരനെ, സാഗരപ്പരപ്പുകൾക്കപ്പുറം മദീന മലർവാടിയിലെ ഹരിത മിനാരത്തിന് താഴെ ഈ സദസ് കാണുന്ന സാദിഖുൽ മസ്തൂഖുൽ അമീൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. അല്ലാഹുവേ, അവിടുത്തെ മേൽ നിന്റെ കൃപാകടാക്ഷം ഓശാരമായി ചൊരിയണമേ തമ്പുരാനെ. അഭിവന്ദരായ നമ്മുടെയൊക്കെ ആദരണീയനും ഈ ദ്വീപിന്റെ ആത്മീയ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യവുമായ ഖാളി സയ്യിദ് അവർകൾ ഉസ്താദ് അവർകളെ, അഭിവന്ദരായ നായിബ് ഖാളി ഉസ്താദ്, ഖത്തീബ് ഉസ്താദ് അവർകൾ, നിസാമി ഉസ്താദ് അവർകൾ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ദയാപരനായ തമ്പുരാൻ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹധന്യമായ സ്വർഗീയ ലോകത്ത് സന്തോഷമായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമുഖമില്ലാതെ നമ്മുടെ പരിപാടിയുടെ 2ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹബീബുന വ സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ വിയോഗത്തിന്റെ 14 നൂറ്റാണ്ടിന് ശേഷവും സത്യവിശ്വാസികൾ ഇത്രമേൽ സ്നേഹിക്കുന്നതും അനുസ്മരിക്കുന്നതും അവിടുത്തെ പേരിൽ ഒരുമിച്ച് കൂടുന്നതും എന്തിന്റെ പേരിലാണ്? നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സലാത്ത് ചൊല്ലുന്നുണ്ട്. എന്താണ് ആ സലാത്തിൽ പറയുന്നത്? അല്ലാഹുവേ, നിന്റെ രക്ഷ മുത്തുനബിയുടെ മേൽ നീ ചൊരിയണമേ എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് അള്ളാഹുവിനോട് അങ്ങനെ പറയുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബ് എന്ന വിശേഷണമുള്ളയാളാണ് ത്വഹ റസൂലുള്ളാഹി. ഈ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഏറ്റവും താല്പര്യമുള്ള ആളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ എന്തിനാണ് അള്ളാഹുവേ നീ പുണ്യനബിയുടെ മേൽ രക്ഷയേകണേ എന്ന് പറയുന്നത് എന്തിനാ? നമ്മൾ ആരാണത് പറയാൻ? നമുക്കെന്ത് ക്വാളിറ്റിയാണത് പറയാനുള്ളത്?
എങ്കിൽ പിന്നെ അതിന്റെ അർത്ഥം എന്തായിരിക്കും? സലാത്ത് കൊണ്ട്, പ്രവാചകന്റെ മൗലൂദ് പാരായണം ചെയ്യൽ കൊണ്ട്, അവിടത്തെയുടെ സദസ്സിൽ ഒരുമിച്ച് കൂടൽ കൊണ്ട്, അവിടത്തെയുടെ മുബാറക്കായ മദ്ഹ് പറയുന്നത് കൊണ്ട് എന്താണ് കാര്യം? നാം ലക്ഷീകരിക്കുന്ന കാര്യം എന്താണ്? മഹാരഥന്മാരായ ആത്മജ്ഞാനികളായ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് എന്നാണ്. നമ്മുടെ രക്ഷയാണ് അതുകൊണ്ട് നാം താല്പര്യപ്പെടുന്നത്. നാളെ ആകാശഭൂമികളുടെ വിശാലതയുള്ള, കുണുങ്ങിയൊഴുകുന്ന അരുവികളുള്ള, ഹരിതാപമായ പ്രദേശങ്ങളുള്ള, വജ്രമവും ഗോമേതകവും മരതകവും യാക്കൂത്തും പവിഴവും മുത്തും സ്വർണവും വെള്ളിയും അതിന്റെ മനോഹരിത നിറയുന്ന സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ ആക്കുമാറാകട്ടെ. സ്വർഗത്തിൽ എവിടെയെങ്കിലും നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ അള്ളാന്റെ റസൂലിനെ കാണുമെന്ന് ഉറപ്പില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു പറഞ്ഞത് ആകാശഭൂമികളുടെ വിശാലതയുണ്ട് സ്വർഗത്തിന് എന്നതാണ്. ഈ ഭൂമി തന്നെ നമ്മൾ നടന്നു കണ്ടിട്ടുണ്ടോ? ഈ അമേനി ദ്വീപ് 3.5 കിലോമീറ്റർ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും അത് പൂർണ്ണമായി കണ്ടിട്ടുണ്ടോ? കേരളം കണ്ടിട്ടുണ്ടോ? ഞാനോ നിങ്ങളോ? പിന്നെ സപ്തഭൂഖണ്ഡങ്ങൾ ചുറ്റി നടന്നാൽ എത്തിപ്പെടാത്ത സാഗരപ്പരപ്പുകൾ എത്രയോ ഉള്ള ഈ ഭൂമി പോലും കാണാൻ കഴിയാത്തവർ നമ്മൾ. ഭൂമിയുടെ വലിപ്പം മാത്രമല്ല, ആകാശത്തിന്റെ വലിപ്പവുമുണ്ട് സ്വർഗത്തിന്. ഏത് ആകാശം? നമ്മൾ എവിടെയാ ആകാശം കണ്ടത്? ഗൾഫിലേക്ക് പോകുമ്പോ, ഫ്ലൈറ്റ് പറന്നു പോകുമ്പോ കാണുന്നതാണോ ആകാശം? അതിന്റെ മുകളിൽ 7 ആകാശങ്ങളില്ലേ? ഗോളങ്ങൾ വേറെയില്ലേ? ഭൂമി കൊണ്ടുപോയിട്ട് മുകളിൽ ഒരു ഭൂഗോളത്തിൽ, ഒരു ഗോളത്തിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഈ കടലിന്റെ മുകളിൽ ഒരു കോഴിമുട്ട വെച്ചതുപോലെ തോന്നുകയുള്ളൂ. ആ വലിപ്പമുള്ള ഗോളം വേറെ ഒന്നിൽ കൊണ്ടുപോയി വെച്ചാൽ, വേറെ ഒരു ഗാലക്സിയിൽ കൊണ്ടുപോയി വെച്ചാ വീണ്ടും ഈ കടലിൽ ഒരു കോഴിമുട്ട വെച്ചതുപോലെയുള്ള വലിപ്പമാ തോന്നുകയുള്ളൂ. അപ്പോൾ ചിന്തകൾക്ക് എത്തിപ്പിടിക്കാനാവാത്ത വിശാലമായ ഈ പ്രപഞ്ചമുണ്ടല്ലോ, ആകാശമുണ്ടല്ലോ, ഭൂമിയുണ്ടല്ലോ, അതിനേക്കാൾ വലുതാണ് സ്വർഗമെന്ന് പരിശുദ്ധ ഖുർആൻ. അത്രയേറെ വലിപ്പമുള്ള സ്വർഗത്തിലെ അമേനി ദ്വീപുകാരെ, ഞാനോ നിങ്ങളോ അവിടെ എത്തിപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് നിൽക്കുന്നത് അങ്ങ് ദൂരെ അമേരിക്കയുടെ അത്ര അകലത്തിലാണെങ്കിൽ, നമ്മൾ ഇവിടെയാണെങ്കിൽ എങ്ങനെ കാണാനാ മുത്തുനബിയെ? എങ്ങനെ അടുത്ത് നിൽക്കാനാ അള്ളാന്റെ റസൂലിനെ? നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വർഗത്തിൽ പോയ എല്ലാവരും അള്ളാന്റെ റസൂലിനെ കാണും. അത് അമലിന്റെയും ഹുബ്ബിന്റെയും അടുപ്പത്തിനനുസരിച്ചായിരിക്കും മുത്തുനബിയുടെ അടുത്ത് നിൽക്കാൻ കഴിയുക. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിൽക്കാനാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്. അല്ലാതെ നമ്മളിപ്പോ കുറെ ആൾക്കാർ രക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ മുത്തുനബിക്ക് രക്ഷ അള്ളാഹു കൊടുക്കൂല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ സ്വലാത്ത് എല്ലാം മടിക്കുന്നത്. കാരണം എന്റെ കെയർ ഓഫിൽ അള്ളാഹുവിന്റെ ഹബീബ് രക്ഷപ്പെടണ്ട എന്ന സ്വാർത്ഥത നമുക്ക് വന്നത് കൊണ്ടല്ലേ സ്വലാത്തിൽ ചിലരൊക്കെ എതിരായത്. അതല്ലെങ്കിൽ മറ്റൊരു ഉത്തരം നിങ്ങൾ പറ. അതല്ല, ഇത് എനിക്ക് വേണ്ടിയിട്ടാ എന്ന് കരുതിയാൽ ആരാ സലാത്ത് ചെല്ലാതിരിക്കുക? ആരാണ് ഹബീബിന്റെ ചാരയെത്താൻ കൊതിക്കാതിരിക്കുക? അതാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹിനെ ബഹുമാനിച്ചാൽ, അത് സലാത്താകട്ടെ, അത് മൗലൂദാകട്ടെ,
അത് ഇതുപോലെ മദ്ഹിന്റെ പൂമഴ പെയ്തിറങ്ങുന്ന വേദിയാകട്ടെ. ആരെങ്കിലും അതിനെ ആദരിച്ചാൽ കാന റഫീഖി ഫിൽ ജന്ന, ഞാൻ അവന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാ. അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു, ഞാൻ സ്വർഗത്തിൽ അവന്റെ കൂട്ടുകാരനായിരിക്കും. മുഅ്മിനീങ്ങളെ, ഇതാരാ പറഞ്ഞത്? നിഴലില്ലാത്ത നബിയുടെ നിഴലായി നടന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ലോകത്തു വരുമായിരുന്നെങ്കിൽ അതെന്റെ പൊന്നു സിദ്ദീഖ മുഹമ്മദ് മുസ്തഫ. എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരണമെങ്കിൽ അതിന്റെ എല്ലാ ക്വാളിറ്റിയും ഉള്ള ആള് എന്റെ പൊന്ന് അബൂബക്കർ ആണെന്ന് ത്വഹ റസൂലുള്ളാഹി. ആ അബൂബക്കർ തങ്ങൾ എന്തായാലും ഇവിടെ സ്വർഗത്തിൽ അടുത്തായിരിക്കല്ലോ. ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, നബിയേ, മനുഷ്യരിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ് നബിയെ? അപ്പൊ പറഞ്ഞു, ആയിഷ, എനിക്ക് ആയിഷയോടാണ് വലിയ ഇഷ്ടം. അപ്പൊ പുരുഷന്മാരിൽ നിന്ന് ആരാണ് നബിയെ? അപ്പൊ പറഞ്ഞു, അബൂഹാ, അവളുടെ പിതാവാ അബൂബക്കർ മുഹമ്മദ് മുസ്തഫ. ആണുങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലും എന്റെ കൂട്ടുകാരൻ അബൂബക്കർ ആണെന്ന് ത്വഹ റസൂലുള്ളാഹി. നിങ്ങൾക്ക് സലാത്തിന് ശബ്ദമൊക്കെ കൂടിയുണ്ടല്ലോ. ഇന്നലെ എത്ര ശബ്ദം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും സ്വപ്നം കണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ നോക്കൂ, നമ്മൾ ഈ അർത്ഥത്തിൽ സലാത്തിനെ, മൗലൂദിനെ, മദ്ഹിനെ, ഇത്തരം വേദികളെ ഈ അർത്ഥത്തിലാണ് കാണേണ്ടത്. അബൂബക്കർ തങ്ങളുടെ കൂട്ടുകാരനാകാൻ പറ്റുന്ന, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമ്മുടെ കൂട്ടുകാരനാണെങ്കിൽ നമ്മൾ ആരുടെ അടുത്തായിരിക്കും നിൽക്കുക? ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, അവിടത്തെ അരികിലായിരിക്കും സ്വർഗത്തിൽ എത്തിപ്പെടുക. അല്ലെങ്കിൽ പ്രവാചകൻ അന്റാർട്ടിക്കയിലാണെങ്കിൽ നമ്മൾ തൃശ്ശൂരായിരിക്കും, പ്രവാചകനെ കാണാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഓ സ്വർഗത്തിൽ പോയ എല്ലാവരും നബിനെ കാണേണ്ടതല്ലേ? മുഅ്മിനീങ്ങളെ, അപ്പൊ എല്ലാവരും ഒരേ അർത്ഥത്തിൽ റസൂലിനെ സ്നേഹിക്കണ്ടേ? നമ്മൾ ഇന്നലെ പറഞ്ഞ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമം നമുക്കുണ്ടോ? അല്ലാഹു നീതിമാനല്ലേ, ചെയ്തതിനനുസരിച്ചല്ലേ പ്രതിഫലം തരിക. അപ്പോൾ ഒന്നും ചെയ്യാത്ത ഞാൻ, നബിയെ സ്നേഹിക്കാത്ത ഞാൻ എങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച ശരീരം അതിനു വേണ്ടി സമർപ്പിച്ച മഹാരഥന്മാരായ സഹാബത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് നമുക്കെങ്ങനെ നിൽക്കാൻ കഴിയും? അതിനുള്ള ഒരു ഉപാധിയാണ് സലാത്ത്. അതിനുള്ള ഉപാധിയാണ് അള്ളാന്റെ റസൂലിന്റെ മദ്ഹ്. അതേ, നെഞ്ചുറപ്പിന്റെ വലിയ കൂട്ടുകെട്ടിന്റെ മനോഹരമായ ഉദാഹരണമായി ജീവിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അവിടെന്നാ പറഞ്ഞത്, കാന റഫീഖി ഫിൽ ജന്ന, ഞാൻ അവന്റെ കൂട്ടുകാരനാ. ഹിജ്റ പാലായനത്തിന്റെ വേളയില് മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരമുള്ള ഗാറ് സൗറിന്റെ മുകളിൽ കയറിയിരിക്കുകയല്ലേ പുന്നാര നബി. കൂടെയുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശത്രുക്കളതാ മലഞ്ചെരുവിലൂടെ ഓടി വരികയാണ്. അതെ, അബൂജഹൽ പ്രഖ്യാപിച്ചു, 100 ഒട്ടകമാണ്, 100 ചെമന്ന ഒട്ടകമാണ് മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക്. ഊരിപ്പിടിച്ച വാളുമായി മരുഭൂമിയിൽ അവർ അലറി നടക്കുകയാണ്. ഈ മലയുടെ മുകളിലും അവർ വന്നു നിന്നു. അതിനെക്കുറിച്ച് സിദ്ദീഖ് തങ്ങൾ പിന്നെ പറഞ്ഞത്, നളർത്തു ഇലാ അഖ്ദാമിൽ മുശ്രിക്കീൻ, ഞാൻ ശത്രുക്കളുടെ കാൽപാദങ്ങളിലേക്ക് നോക്കി. ആ ഗുഹയുടെ ഉള്ളിലിരുന്നാൽ മുകളിലേക്ക് നോക്കിയാൽ ഇന്നും പോയി കാണാൻ പറ്റുന്നുണ്ടല്ലോ. താഴോട്ട് ചരിഞ്ഞു കിടക്കുന്ന പർവ്വതമാണ്.
ഗുഹയാണ് ഗാർ തൗർ എന്ന് പറയുന്ന ഗുഹ. അള്ളാഹുവിന്റെ റസൂലിനെ ചേർത്തു പിടിച്ചു അബൂബക്കർ തങ്ങള്. യാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോഴല്ലേ പാമ്പ് വന്ന് സിദ്ദീഖ് തങ്ങളുടെ കാലിൽ കൊത്തുന്നത്. അതൊക്കെ കഴിഞ്ഞവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വലഭാഗത്ത് ചിലപ്പോ ഇടഭാഗത്ത്, ചിലപ്പോ മുൻഭാഗത്ത്, ചിലപ്പോ പിറഭാഗത്ത് മാറി മാറി നിൽക്കുകയാണ് അബൂബക്കറിനെ സിദ്ദീഖ്. അത് കണ്ടിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലയോ, സിദ്ദീഖ് എന്തിനാ ഭയപ്പെടുന്നത്? ഇന്നല്ലാഹ മഅനാ, അള്ളാഹു കൂടെയുണ്ട് മുത്തേ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് സിദ്ദീഖ്. അപ്പോഴാണ് കുതിരയുടെ കുളമ്പടിനാദം കേൾക്കുന്നത്. ഞെട്ടലോടെ സിദ്ദീഖ് തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോ ഊരിപ്പിടിച്ച ഖഡ്ഗവുമായിട്ട് ഒരു കുതിര ചീറിയെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വട്ടം പിടിച്ചു അബൂബക്കർ തങ്ങള്. പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നബിയേ ഇതാ വരുന്നു ശത്രു, ഇതാ തൊട്ടടുത്തെത്തി നബിയേ. എന്റെ ശരീരം നഷ്ടപ്പെട്ട കുഴപ്പമില്ല നബിയേ, എനിക്ക് മരണപ്പെടേണ്ടി വന്ന സങ്കടമില്ല നബിയേ. പക്ഷെ തിരുദൂതരെ, അങ്ങ് നഷ്ടപ്പെട്ട തൗഹീദ് നഷ്ടപ്പെടും നബിയേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഒരാളുണ്ടാകില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിനെ പൂണ്ടു പിടിച്ചു അബൂബക്കർ സിദ്ദീഖ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണോ, ഏതൊരു വിപൽ ഘട്ടത്തിലാണോ കൂട്ടുകാരനെ ചേർത്തു പിടിക്കുന്നത്, ദുനിയാവിൽ അങ്ങനെയാണോ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അങ്ങനെയാണോ? പണമുള്ളപ്പോ കൂടെയാളുണ്ടാകും, പണമില്ലാതെയായ ബന്ധങ്ങളില്ലാതെയാകും. ആരോഗ്യമുള്ളപ്പോ കൂടെയാളുണ്ടാകും, രോഗിയായി കിടന്ന പിന്നെ തിരിഞ്ഞു നോക്കൂല. ശത്രുവിന്റെ മുന്നിൽപ്പെട്ട തന്റെ ജീവൻ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹിക്ക, അല്ലാതെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ കഴിയൂല. ഈ കടലിന്റെ അലമാലകൾക്ക് മുകളിലൂടെ മത്സ്യബന്ധനത്തിനു വേണ്ടി ആഴക്കടലിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട അമേനിയിലെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രക്ഷോഭത്തിൽ പെട്ടിട്ട് ബോട്ട് ആടി ഉലയാൻ തുടങ്ങി, ആടി മറിയാൻ തുടങ്ങി. രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് കണ്ടാല് സ്വയരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കൂലേ നമ്മള്? കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമോ നമ്മള്? അത് ദുനിയാവിന്റെ അവസ്ഥ അതാണെങ്കിൽ ഏതു പ്രതിസന്ധിയിലും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ തന്റെ തിരുദൂതരെ ചേർത്തു പിടിച്ചുകൊണ്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് കുഴപ്പമില്ല നബിയേ. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിര തൊട്ടടുത്തതാ വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് സങ്കടമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വേദനയില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പരിഭ്രമമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ഭയമില്ല. അവിടുന്ന് പൊന്നുഷ സന്ധ്യ പോലെ മനോഹരമായി പുഞ്ചിരിക്കുകയാണ്. ഒരടി അങ്ങ് മുന്നോട്ട് വെച്ചാ സുറാഖയുടെ വാള് വന്ന് വീഴാൻ തുടങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചപ്പോ സുറാഖയുടെ കുതിരയുടെ കാലുകള് മരുഭൂമിയിൽ ആണ്ടു പോവുകയാണ്. കുതിര അമറാൻ തുടങ്ങി, കുതിരയുടെ ശരീരം കുലുക്കാൻ തുടങ്ങി. സുറാഖയെ തള്ളിത്താഴേക്കിടുകയാണ് കുതിര. സുറാഖയുടെ കുതിര തള്ളിത്താഴയിട്ടു. അതിന്റെ വായിൽ നിന്ന് നുരയും പതയും വരാൻ തുടങ്ങി. സുറാഖയ്ക്ക് മനസ്സിലായി ഇത് സ്വാഭാവികമായ അനുഭവമല്ല. കുതിരയുടെ കാലുകൾ മരുഭൂമിയിൽ താഴ്ന്നു പോകാറില്ല. ആ തരത്തിലാണ് അതിന്റെ കാലിന്റെ സൃഷ്ടിപ്പ്. സുറാഖ പറഞ്ഞു, മുഹമ്മദ് ഒന്ന് ദുആ ചെയ്യ് മുഹമ്മദ്, ഒന്ന് ദുആ ചെയ്യ് മുഹമ്മദ്. എന്റെ കുതിര അപകടത്തിലാ മുഹമ്മദ്. തന്നെ കൊല്ലാൻ വന്ന, തന്നെ അപകടപ്പെടുത്താൻ വന്ന ശത്രുവിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്യുകയാണ്. ശത്രുവിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു. കുതിരയുടെ കാലുകൾ പുറത്തേക്ക് വന്നു. അത് കുടുങ്ങണ നേരത്തെ എല്ലാവരും ഇങ്ങനെ
ഞങ്ങളുടെ കേരളത്തിലൊരവസ്ഥ എങ്ങനെയാണ്, എന്താന്ന് പറഞ്ഞാൽ മൗലൂദൊക്കെ ശിർക്കാന്ന് പറയും, സലാത്ത് ശിർക്കാണ്, ദിക്കറൊക്കെ ശിർക്കാന്ന് പറയും. കുടുങ്ങിയവര് രാത്രി ആരും കാണാതെ തൽസമാത്തിന്റെ ആൾക്കാരെടുത്ത് പോകും, എന്നിട്ട് അതൊക്കെ ചെയ്യും. കുടുങ്ങിയ നേരത്ത് ഭയങ്കര വിശ്വാസ. എന്നമാതിരി കൊല്ലാൻ വന്ന ആള് കുടുങ്ങിയ നേരത്ത് അള്ളാഹുവിന്റെ ഹബീബിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഇവര് മൗലൂദിന്റെ ചീരിന് നിന്നിട്ട് വളർന്ന ആൾക്കാരാണ് അല്ലേ? രാത്രി വല്യാപ്പ കൊണ്ടുവരുന്ന നെയ്ച്ചോറൊക്കെ തിന്നിട്ട് ജീവിച്ച ആൾക്കാരാര്? സിരകളിലും രക്തത്തിലും ഒക്കെ അതാ. കുറച്ച് പണം ഉണ്ടായി, കുറച്ച് കൂടുതൽ വിദ്യ ഉണ്ടായി, അപ്പൊ ഈ പഴമയൊക്കെ തെറ്റാണെന്ന് വാദിക്കുകയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇഞ്ചക്ഷൻ ചെയ്തെടുത്ത ബിരിയാണിയുടെ മണം ഉണ്ടാവും രക്തത്തിന്. മൗലൂദിന്റെ ബിരിയാണിന്റെയും ചീരിനിയുടെ ഒക്കെ മണം. ദ്വീപില് പ്രത്യേകിച്ചും. ഇവിടെ പിന്നെ അങ്ങനത്തെ ശല്യമൊന്നുമില്ല, കാരണം ഇവിടെ പറയേണ്ട കാര്യമില്ല. അപ്പോ ദുആ ചെയ്തു. കുതിരയുടെ കാല് പുറത്തേക്ക് വന്നു. സുറാക്ക കുതിരയുടെ മുകളിൽ കയറി. മുഅ്മിനീങ്ങളെ, ചെറുപ്പക്കാരെ, 100 ഒട്ടകമാണ് ഇനാം കിട്ടുന്നത്. 100 ചെമന്ന ഒട്ടകം എന്നാണ് ചരിത്രത്തിൽ. 100 ചെമന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 100 മെഴ്സിഡസ് ബെൻസ് കാർ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. ഇപ്പൊ ഈ സദസ്സിലെ ഒരാളുടെ തല എടുക്കാൻ വേണ്ടി ഇവിടുത്തെ ദ്വീപിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൽ ഒരാളോട് പറയാണ്, നിങ്ങൾ ഒരാളുടെ തല എടുക്കണം, ഞാൻ നിങ്ങൾക്ക് ഒരു 5000 രൂപ തരാന്ന് പറഞ്ഞാൽ അപ്പൊ തല എടുക്കും. കൊട്ടേഷൻ ടീമിനിറക്കും. 100 മെഴ്സിഡസ് ബെൻസ് കാർ ഒന്നും വേണ്ട. ഹബീബായ പ്രവാചകൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോ ആർത്തിമൂത്ത സുറാക്ക വീണ്ടും തന്റെ കുതിരയെ ഓടിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ തൊട്ടു മുന്നിൽ വീണ്ടും എത്തി. വാളുകൊണ്ട് വെട്ടാൻ ഓങ്ങിയപ്പോ അള്ളാഹു രക്ഷിക്കുകയാണ്. കുതിരയുടെ കാല് വീണ്ടും താഴ്ന്നു പോവുകയാണ്. സുറാക്ക തള്ളി മാറിഞ്ഞു വീണു. കുതിര കിടന്ന് അലറാൻ തുടങ്ങി. സുറാക്ക വീണ്ടും പറഞ്ഞു, മുഹമ്മദ്, ദുആ ചെയ്യ് മുഹമ്മദ്, ഇനി ഞാൻ നിന്നെ കൊല്ലില്ല, ഒന്ന് ദുആക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബി വീണ്ടും ദുആക്കാണ്. മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എന്തെങ്കിലും ഒരു പാര വെച്ച ആളോട് പിന്നെ നമ്മൾ അയാൾക്ക് വേണ്ടി ദുആക്കും. എപ്പോഴെങ്കിലും എങ്ങനെങ്കിലും അവനില്ലാതാക്കാൻ നമ്മൾ നോക്കൂലേ? പുന്നാര നബി വീണ്ടും ദുആ ചെയ്തു. കുതിര പുറത്തേക്ക് വന്നു, കാല്. അപ്പൊ സുറാക്കക്ക് മനസ്സിലായി, കേരളത്തിലെ മുജാഹിദിനെ പോലെ അല്ല സുറാക്ക. സുറാക്കക്ക് അപ്പ കാര്യം മനസ്സിലായിട്ട് പറഞ്ഞു, മുഹമ്മദ്, എനിക്ക് മനസ്സിലായി നീ ഒരു സാധാരണ മനുഷ്യനല്ല, അതുകൊണ്ട് പൊയ്ക്കോളൂ, എനിക്ക് ഇനി 100 ഒട്ടകം വേണ്ട, ഞാൻ നിന്നെ കൊല്ലുന്നില്ല. എന്റെ ആളുകൾ ആരെങ്കിലും ഇതുവഴി വരികയാണെങ്കിൽ ഞാൻ അവരെ വഴിതിരിച്ചു വിടും, നീ പൊയ്ക്കോളൂ. അള്ളാഹുവിന്റെ ഹബീബ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. 2-3 അടി മുന്നോട്ട് വെച്ചു. തിരിഞ്ഞു നിന്നോ സുറാക്കയുടെ മുഖത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറാനിയത്തിന്റെ തിരുദർശനം. എന്നിട്ടൊരു ചോദ്യം, കൈഫ ബിക യാ സുറാക്ക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. കൈഫ ബിക യാ സുറാക്ക ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. സുറാക്കത്തെ, കിസ്റയുടെ 2 തങ്കത്തരിവളകൾ നിന്റെ കയ്യിലേക്ക് വരുന്ന ഒരു സുപ്രഭാതം വരാനിരിക്കുന്നുണ്ട്. കൈഫ ഹാലക്, എന്തായിരിക്കും അന്ന് എന്റെ അവസ്ഥ, എന്തായിരിക്കും? സുറാഖ് അത്ഭുതത്തോടെ മുത്തുനബിയോട് ചോദിച്ചു, മുഹമ്മദ്, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയെ കുറിച്ചാണോ താൻ ഈ പറയുന്നത്? നഅം, കിസ്റ ഇബ്നു ഹുർമുസ്, ഹുർമുസിന്റെ മകൻ കിസ്റയുടെ 2 തങ്കത്തരിവളകൾ നിന്റെ കയ്യിൽ വരുന്ന ഒരു കാലം വരാനുണ്ട് സുറാക്ക. മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, അത് മനസ്സിലാണെങ്കിൽ പുതിയൊരു ഉദാഹരണത്തോടെ പറയേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറയാണ്, അമേരിക്കയിലെ വൈറ്റ് ഹൗസിലെ ഒബാമയുടെ ആ കസേര നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസം വരും എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എന്നോട് എന്താ പറയാ? ഇന്നലെയൊക്കെ കരുതി കുഴപ്പമില്ല എന്നാണ്, അപ്പൊ പിരാന്താണ് അല്ലേ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും അല്ലേ? കാരണം എന്താ? ഒബാമയുടെ കസേര നമുക്ക് കിട്ടില്ല, പല കാരണങ്ങളാൽ കിട്ടില്ല. ആ കാലഘട്ടത്തിൽ അമേരിക്കയാണ് കിസ്റ എന്ന് പറയുന്ന സൈനിക സാമ്പത്തിക ശക്തി.
അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ റോമൻ കാത്തലിക് ക്രിസ്ത്യാനി ആയിരിക്കണം. റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടി, രണ്ടേതെങ്കിലും പാർട്ടിയിൽ മത്സരിച്ച് വിജയിക്കണം. 3/2 ഭൂരിപക്ഷത്തോടെ വിജയിക്കണം. എന്നാലൊക്കെ അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കണം. ഇതൊന്നും അമേനി ദ്വീപുകാർക്കില്ലല്ലോ. നമുക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റില്ല. പക്ഷെ ഒബാമ മുസ്ലിമായി ജനിച്ച ആളാ. അദ്ദേഹം ചെറുപ്പത്തിലേ പറഞ്ഞിരുന്നു, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്. അത് വേറൊരു കഥ. അങ്ങനെയാണ് മുസ്ലിമായ ആൾ ക്രിസ്ത്യാനിയായി പിന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്നത്. ഒബാമ മുസ്ലിം ഒന്നുമല്ല, കരുതി നിങ്ങൾ മുസ്ലിമാന്ന് റളിയല്ലാഹുവിനൊന്നും പറയണ്ട. ഒബാമ പ്രസിഡന്റ് ആയപ്പോ കുറെ ആൾക്കാരൊക്കെ എഴുതി ഒരു മുസ്ലിം പ്രധാനമന്ത്രി. അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എത്രമേൽ അപ്രാപ്യമാണോ, അസാധ്യമാണോ, സങ്കല്പിക്കാൻ പോലും പറ്റാത്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ നമുക്ക് പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. കാരണം PM സയ്യിദ് കേന്ദ്രമന്ത്രിയായ ദ്വീപാണല്ലോ അത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പറ്റൂല. അതേപോലെയാണ് ആ കാലഘട്ടത്തിലെ കിസ്റയെ, അവിടുത്തെ രാജാവ് കയ്യിലണിയുന്ന 2 വളയുണ്ട്. ദർബാർ കൂടുമ്പോൾ ഒരു തങ്കപ്പെട്ടി തുറന്ന് അയാൾ അത് എടുത്തിടും. കിസ്റ, ഹുർമുസിന്റെ മകൻ കിസ്റ, അത് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് അയാൾ സംസാരിക്കാറുള്ളത്. ആ വള മക്ക മലഞ്ചെരുവിലെ പരമദരിദ്രനായ സുറാക്ക എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. സുറാക്കക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെയും ചോദിച്ചു, മുഹമ്മദ്, കിസ്റ ഇബ്നു ഹുർമുസിന്റെ മകൻ കിസ്റയുടെ വള തന്നെയാണോ നീ പറയുന്നത്? അതവല്ല ലോക്കൽ അലുമിനിയത്തിന്റെ വളയാണോ? നഅം, കിസ്റ ഇബ്നു ഹുർമുസിന്റെ മകൻ കിസ്റയുടെ വള നിന്റെ കയ്യിൽ വരും സുറാക്ക. അള്ളാഹുവിന്റെ ഹബീബ് നടന്നു പോയി. അവിടെന്ന് ഇടിവെട്ടേറ്റവനെ പോലെ സുറാക്ക അവിടെ നിന്നുപോയി. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ ഏതു പ്രതിസന്ധിയിലും ഒപ്പമുണ്ട് എന്ന് പറയാനാ. ഈ വള പിന്നെ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ്. അതെങ്ങനെ കിട്ടി എന്നത് മറ്റൊരു ചരിത്രമാണ്. ഇന്നത്തെ വഅലിന്റെ അവസാനത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കും ഇൻഷാ അല്ലാഹ്. ഓക്കേ, പോരെ എന്ന് പറയിഷ്ട നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറയണമെന്നാണല്ലേ. എന്നിട്ട് നിങ്ങൾ പ്രസംഗം നിർത്തി ലേലം വിളി തുടങ്ങിയാൽ പോവാനല്ലേ. ഞങ്ങൾക്ക് ദ്വയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് വേണ്ട, ഞാൻ ദ്വയറക്കണേന്റെ തൊട്ട് മുമ്പേ അത് പറയുന്നുള്ളൂ. അത് സംഭവിച്ചോ? ചരിത്രത്തിൽ അത് സംഭവിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അതിന് സാക്ഷിയായോ? ഇത്ര വലിയൊരു സാമ്രാജ്യത്തിന്റെ വള എങ്ങനെ മക്ക മലഞ്ചെരുവിൽ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ കിട്ടി? നമ്മൾ ഈ പരസ്പരവും അമ്മ മനസ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുടുക്കിടുകയാണ്. മലബാറിലെ മാപ്പിള പെണ്ണുങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കുടുക്കിടുക. നാളെ കാണാം, നാളെ ഇനിയിപ്പോ എന്താ ഉണ്ടാകുകയാണാവോ, രമേശ് അവളെ കെട്ടുകയാണാവോ, തട്ടിക്കൊണ്ടാകുകയാണാവോ. ഈ ടെൻഷനിലാണ് മലയാളത്തിലെ മാപ്പിള പെണ്ണുങ്ങളൊക്കെ. ഇശാ മഗ്‌രിബ് കഴിഞ്ഞാൽ ഈ സാധനം തുറക്കുക. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്നോടൊരാൾ പറഞ്ഞു, ഇവിടെ ഉണ്ട് ട്ടാ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ TV കാണുന്നുണ്ട് ട്ടാ. അപ്പൊ നിങ്ങളൊന്ന് കുടുങ്ങിയിരിക്കുക അവിടെ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരെ സ്വർഗത്തിൽ നിൽക്കാൻ ഈ മദ്ഹിന്റെ വേദി കാരണമാകും. മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി കാന റഫീഖി ഫിൽ ജന്ന. ഞാൻ അവന്റെ കൂട്ടുകാരനായിരിക്കും എന്ന് അബൂബക്കർ സിദ്ദീഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, من أنفق درهما لقراءة مولد النبي صلى الله عليه وسلم. മുത്തുനബിയുടെ മദ്ഹ് പറയാൻ, അതുമായി ബന്ധപ്പെട്ട ഒരു സദസ്സിന് 1 ദിർഹം ഒരാൾ സദഖ ചെയ്താൽ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ജീവിപ്പിച്ചവനെ പോലെയാണെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബിന്റെ മൗലൂദിനോട് ആരെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചാൽ, അവിടത്തെ മദ്ഹിനോട് ആരെങ്കിലും ഇഷ്ടം പ്രകടിപ്പിച്ചാൽ ഫഖദ് ശഹീദ ഗസ്വത ബദ്രിൻ വഹുനൈൻ,
ബദറിലും ഹുനൈനിലും പങ്കെടുത്ത മഹാരഥന്മാരായ ശുഹദാക്കന്മാരോട് കൂടെയാകും അവൻ എന്ന്, അവരുടെ കൂലിയാണ് അവർക്ക് എന്ന് സയ്യിദുനാ ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിങ്ങളെ അപ്പോൾ നമ്മൾ ഈ വഅദ് കഴിഞ്ഞു പോകുമ്പോ ബദറിൽ പങ്കെടുത്ത ഒരു കൂലി നമുക്ക് കിട്ടും. ആ ശ്രേഷ്ഠത കിട്ടില്ല, അതിന്റെ കൂലി കിട്ടും. ശ്രേഷ്ഠത എന്ന് പറഞ്ഞ സഹാബത്തിന് മാത്രം കിട്ടിയതാണ്, സ്റ്റേജിൽ കിട്ടില്ല. അതിന്റെ കൂലി നമുക്ക് കിട്ടും. അള്ളാഹു നൽകുമാറാകട്ടെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കൂ, ഖുലഫാഉർ റാഷിദ 4 ആളുകളും പറഞ്ഞു പ്രവാചകനെ സ്നേഹിക്കേണ്ട അനിവാര്യത. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും പുന്നാര നബിയുടെ മദ്ഹിനെ ആദരിച്ചാൽ, അതിനെ സ്നേഹിച്ചാൽ, അതല്ലേ ഈ ദ്വീപിൽ കാണുന്നത്. റബീഉൽ അവ്വൽ 1 മുതൽ ആഹ്ലാദമല്ലേ. എത്ര വീടുകളിലാ ഞങ്ങൾ ഇതുവരെ കയറിയിറങ്ങിയത്, എത്ര വീടുകളിലാ മൗലൂദ് നടക്കുന്നത്. ഇവിടെ ഇതാ ഒരു പുരുഷാരം ഒഴുകിയെത്തിയിരിക്കുകയാണ്. എന്താ പ്രതിഫലമെന്ന് അലി തങ്ങൾ പറയുന്നു, ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ. അവൻ ഈമാനോടുകൂടെയല്ലാതെ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകില്ല എന്ന് അലിയുൽ മുർത്തള. മാഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചുമ്മാ ആണോ പ്രവാചകനെ സ്നേഹിക്കുന്നത്? നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞില്ലേ, എന്താണ് ഇതിന്റെ ആത്യന്തികമായ ഗുണം? ഈമാനാണ്. ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ ഈമാനോട് കൂടെ അല്ലാതെ മരിച്ചു പോകൂല. മുഅ്മിനീങ്ങളെ, ഒരു കാര്യം നമ്മൾ അപകടത്തോടെ ഓർക്കേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ നിസ്കരിച്ചാലും അമല് ചെയ്താലും മരണത്തിന്റെ ഒരു മൈക്രോ സെക്കൻഡ് ഉണ്ട്, സക്കറാത്തിന്റെ ഒരു അവസാനത്തെ വേള. ആ സമയത്ത് ഒരു പക്ഷേ അള്ളാഹു ഈമാനങ്ങ് വലിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. മയ്യത്ത് കാണാൻ പോകുമ്പോ പ്രകാശിച്ച് കിടക്കുന്ന മുഖമെന്നൊക്കെ നമുക്ക് കമന്റ് ചെയ്യാം, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഈമാൻ എന്ന് പറയുന്നത് ആ മനുഷ്യനും അല്ലാഹുവും മാത്രമേ അറിയുകയുള്ളൂ. മുഅ്മിനേ, ഇന്ന് വേദിയിലേക്ക് വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞത്, ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ എന്നാണ്. തമ്മിലൊരു ബന്ധമില്ലേ? മനുഷ്യൻ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. ബോധതലത്തിലായിരിക്കില്ല മനുഷ്യൻ മരണത്തിന്റെ അവസാനത്തെ സ്റ്റേജിൽ. പെരുവിരലിൽ നിന്ന് റൂഹ് ഇങ്ങനെ പിടിച്ച് മുട്ടോളമെത്തി, അരയോളമെത്തി, നെഞ്ചോളമെത്തി, കഴുത്തോളമെത്തി, പിന്നെ സക്കറാത്തിന്റെ അവസാനത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ അവൻ സ്വബോധത്തിലായിരിക്കില്ല എന്നതാണ്. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, തൗബ ചെയ്യുന്നത് സക്കറാത്തിന്റെ ഏറ്റവും തൊട്ട് മുമ്പായിരിക്കണം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തൗബയുടെ വാതിൽ അടഞ്ഞു കളയും എന്ന് ത്വഹാ റസൂലുള്ളാഹി. കണ്ണട കണ്ടുപിടിക്കാത്ത 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്റെ ഫിസിക്കലി ഡെത്തിനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ നമ്മളിങ്ങനെ അടുത്തിരുന്നിട്ട് ചൊല്ലി കൊടുക്കൂലേ, വല്യമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. കുറെ ആൾക്കാർക്ക് അതന്നെ പണി. ഇവിടെ ഉണ്ടോ നമുക്കറിയില്ല, കേരളത്തിലൊരു പണി അതന്നെ. ലഖ്നു ഇന്ദ മൗതാക്കും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ശരി തന്നെയാണ്. പക്ഷെ അത് 2 or 3 തവണ പറയാൻ പാടുള്ളൂ. ഇതൊരാള് കരാറെടുത്ത മാതിരി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലൂല. മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ ചെല്ലാത്തവൻ മരണത്തിൽ ചെല്ലൂല. നിങ്ങൾ 50,000 വാട്സിന്റെ മൈക്ക് എടുത്ത് വെച്ചു കൊടുത്താലും ചെല്ലാൻ പറ്റൂല. അത് ചെല്ലിയിട്ടില്ലെങ്കിലോ ജീവിതകാലം ചെയ്ത അമല് മുഴുവൻ പോയി. എന്നാൽ ഹുബ്ബ് കൊണ്ട് ഈമാൻ കിട്ടും. അതാ നേരത്തെ തങ്ങൾ ഉസ്താദ് പറഞ്ഞ ഹദീസിന്റെ മറ്റൊരർത്ഥം. നിസ്കാരത്തിനേക്കാൾ അതൊന്നും കൂടുതലില്ല. നോമ്പും ഇതൊന്നും ചെയ്യേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ഹുബ്ബില്ലാതെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നാണ്. യാ അല്ലാഹ്, നമുക്ക് അല്ലാഹു നാഫിയായ ഇൽമ നൽകുമാറാകട്ടെ. കേരളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു സിനിമാ നടൻ മരണപ്പെട്ടു പോകുമ്പോൾ അവസാനമായി പറഞ്ഞത് വെജിറ്റബിൾ 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 എന്നാണ്. നടന വൈഭവത്തിന്റെ ലാസ്യഭംഗി കേരളത്തിൽ കാണിച്ച ഒരു മുസ്ലിം സിനിമാ നടൻ. റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട, ഞാൻ അയാളുടെ മദ്ഹ് പറഞ്ഞതല്ല.
ഞാൻ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആളെ കിട്ടും. അയാൾ മരിച്ചു പോകുമ്പോ അവസാനം പറഞ്ഞില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, വെജിറ്റബിൾ വെജിറ്റബിൾ എന്ന. കാരണം എന്താണെന്നറിയോ, അയാൾ ജീവിതത്തിൽ എപ്പോഴും പറയാറുള്ളത് എന്റെ ഭംഗിയുടെയും എന്റെ ആക്ടിങ്ങിന്റെയും ഒക്കെ 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 എന്റെ പെർഫോമൻസിന്റെയും ഒക്കെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് വെജിറ്റബിളാ, പച്ചക്കറിയാ. അയാൾ ഏത് അഭിമുഖത്തിലും പറയും പച്ചക്കറി കഴിക്കൂ. ഒരു മുസ്ലിം നടനാ. അറിയോ നിങ്ങൾക്ക് ആരാന്ന്? അറിയാ? മമ്മൂട്ടിയല്ല, മമ്മൂട്ടി മരിച്ചു പോയിട്ടില്ലല്ലോ. പേരാരായിക്കോട്ടെ, അയാൾ മരിച്ചു അവസാനം പറഞ്ഞത് വെജിറ്റബിൾ എന്നാ. മുഅ്മിനീങ്ങളെ, അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതല്ലെങ്കിൽ അവൻ മുഅ്മിനായിട്ടല്ല മരണപ്പെടുക. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതാണ് ഹുബ്ബിന്റെ പവർ. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവൻ അട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. 10-20 കൊല്ലം മുമ്പേ നമ്മുടെ വീടുകളിൽ സന്ധ്യ മയങ്ങിയാൽ ഉമ്മമാര് പാടിയ പാട്ടിന്റെ ഈണമാണത്. അതൊക്കെ നമ്മൾ മാറ്റിവെച്ചില്ലേ? ഇപ്പൊ മഗ്‌രിബിയായ വേറെ പാട്ടാ, MAT മൂസ. അതാണ് ഇപ്പൊ കേരളത്തിലെ സകല മുസ്ലിം വീട്ടിലും ഇപ്പൊ അതാണുള്ളത്. പ്രായമുള്ളവർക്കൊന്നും ഇപ്പൊ എന്താന്ന് മനസ്സിലായി ഉണ്ടാവില്ല, ചെറുപ്പക്കാർക്ക് മനസ്സിലായിണ്ടത് അവർ ചിരിക്കുന്നത്. എവിടെ പ്രായമുള്ളവരാണ് അതിന് മുമ്പിൽ എത്തിക്കാവിന് നെയ്യത്തും വെച്ചിരിക്കണെന്നാണ് പറയുന്നത് കേട്ടത്. ഞങ്ങളുടെ ഒരു വല്യമ്മ ഉണ്ടായതൊന്നും അല്ലേ പറയണതാ. ഈ സ്നേഹാഞ്ജലി എന്ന് പറഞ്ഞൊരു ടെലിഫിലിം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ വല്യമ്മക്ക് തക്കവ കൂടുതലാ. കാരണം പ്രായമായ പിന്നെ എന്തായാലും മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര തക്കവായിരിക്കും. മഗ്‌രിബ് ബാങ്ക് കഴിഞ്ഞാൽ 50 വയസ്സ് എന്നാ, ഇശാ ബാങ്ക് എന്ന് പറഞ്ഞാൽ 70 വയസ്സ് എന്നാ. പിന്നെ എല്ലാവർക്കും പേടിയും തക്കവയും കൂടും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ലുഹായുടെ ടൈമിലും ലുഹറിന്റെ ടൈമിലും ഒന്നും ആൾക്കാർക്ക് വലിയ ഈമ ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ ഇത്ര ആൾക്കാർ മഗ്‌രിബ് നിസ്കരിക്കാൻ ഈ പള്ളി കാണാത്തത് അല്ലേ? ഇന്നലെ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ കുളത്തിൽ ഭയങ്കര പിള്ളേരുടെ ബഹളായിരുന്നു. ഞാൻ ചിന്തിച്ചപ്പോൾ വന്നപ്പോൾ എനിക്ക് കണ്ട ഒരു കാര്യം, ഈ 15 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികൾ ആരും ഇവിടെ കാണാനില്ല. 20 വയസ്സിന്റെ മുകളിലുള്ള യുവാക്കളൊക്കെ പള്ളിയിലുണ്ട്, വയല് കേൾക്കാനൊക്കെ ഉണ്ട്. പക്ഷെ 15-ന്റെയും 20-ന്റെയും ഇടയിലുള്ള ഒരു +2 SSLC ഒരു പ്രായം ഉണ്ടല്ലോ, അങ്ങനത്തെ കുട്ടികളെ കാണാനേ ഇല്ല. എന്താ ഇവിടെ ഇല്ലായിട്ടാണ് പഠിച്ചവനെ ആണോ? കാണാനേ ഇല്ല. പക്ഷെ ഇന്നലെ മഗ്‌രിബിന് കുളത്തിൽ അവരെല്ലാവരും ഉണ്ട്. ഉമ്മമാര് ശ്രദ്ധിക്കണം, ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ വല്ലാത്ത ആപത്തായിരിക്കും. പള്ളിയോടുള്ള ഹുർമത്ത് നഷ്ടപ്പെടുത്തിയാൽ വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. ആ നേരത്ത് കളിക്കാൻ വിട്ടിട്ട് ആ നേരത്ത് കുളിക്കാൻ വിടരുത്. അതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പേലും കളി നിർത്തിയിട്ട് കുളിക്കാൻ പറ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സ്നേഹാഞ്ജലി എന്നുള്ള ടെലിഫിലിം ഇമ്മാക്ക് കാണും വേണം, നിസ്കരിക്കും വേണം. മഗ്‌രിബിന്റെ അവ്വൽ വക്തിലായിരുന്നു അത്. അതവരുടെ ആസൂത്രണ. അപ്പൊ മുസല്ല ടിവിയുടെ നേരെ ഇങ്ങനെ വിരിക്കാൻ പറഞ്ഞു വല്യമ്മ. ടിവിയുടെ നേരെ ഉണ്ടായതാണ്. എന്നിട്ട് കൈ കെട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സീരിയൽ കാണും ചെയ്യാ, നിസ്കരിക്കും ചെയ്യാം. അപ്പൊ റുക്കോയിൽ പോയപ്പോ വല്യമ്മക്ക് ഒരു ബുദ്ധിമുട്ടായി. അപ്പൊ വല്യമ്മ ഇങ്ങനെ നോക്കി. സുജൂദ് പോയപ്പോ വല്യമ്മക്ക് കാണാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ വല്യമാര് ദ്വീപിലുണ്ടോന്ന് എനിക്കറിയില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഈ പാട്ടുപാടിയ ഉമ്മമാരൊക്കെ കഴിഞ്ഞുപോയി. എന്താണ് അവര് പറഞ്ഞത്? ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ഇബ്ലീസ് വരും മരണത്തിന്റെ അവസാനത്തെ സമയത്ത്. റസൂലുള്ളാഹി എന്നിട്ട് കാണിച്ചു തരും ഒരു കോപ്പ. ഒരു ഗൗരവം കൂടി അതിലുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുടെ രൂപത്തിലാണ് ഇബ്ലീസ് വരിക എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മൾക്ക് ഇഷ്ടം സിനിമാ നടനോടാണ് ഈ മമ്മൂട്ടിയുടെ രൂപത്തിലായിരിക്കും വരിക. ഞാൻ കളവ് പറയല്ല, തമാശിച്ചു പറയല്ല. നമുക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് ദുനിയാവിൽ? അയാളുടെ രൂപത്തിലാ വരിക. അള്ളാന്റെ റസൂലിനെക്കാട്ടിലും ജീവിതത്തിൽ ഒരു നേതാവിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അയാളുടെ രൂപത്തിൽ പിശാച് വന്ന് വഴിപഴപ്പിക്കും. റസൂലിനെക്കാട്ടിലും വലിയ ആളായിട്ട് ദുനിയാവിൽ ഏത് നല്ല ആളെയും ചീത്ത ആളെയും കരുതിയാലുള്ള അപകടം അതാണ്. ഇവിടെ സ്വർഗം തുറന്നു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ.
റസൂല് വിളിച്ചപ്പോ പോയില്ല. ആര്? കൊണ്ടൂൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പോയില്ല. വരൂ. ആരെ വിളിക്കണ്? അള്ളാന്റെ റസൂൽ. അവിടെ തിരക്കാൻ ഞാൻ അങ്ങോട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ആര്? അബൂബക്കർ. അപ്പൊ ഇയാൾ ഓടിച്ചെന്നു. എന്തൊരു തേങ്ങാക്കൊലയത്തെ വർത്താനാണ് മുഅ്മിനീങ്ങളെ ഈ പറയണത്. അള്ളാന്റെ റസൂൽ അങ്ങനെ ഉണ്ടായോ എന്നുള്ളത് വേറെ കാര്യം, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അള്ളാന്റെ റസൂല് വിളിച്ചപ്പോ പോയില്ല. തിരക്കാണ്, എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. മുഅ്മിനീങ്ങളെ, അള്ളാന്റെ റസൂല് നമ്മളെ വിളിച്ച കടല് കടന്ന് നമ്മൾ പോവാൻ ശ്രമിക്കൂലേ? യാ അല്ലാഹ്, മുമ്പിൽ തീയാണെങ്കിൽ ഓടൂല്ലേ റസൂലുള്ളാന്റെ അരികിലേക്ക്? അവിടെ തിരക്കാണ്, ഞാനില്ല. ഇത് പറയാ ഉളുപ്പുണ്ടോ? ഉളുപ്പ്. ഞാനൊരു വിവാദത്തിന് വേണ്ടി പറഞ്ഞതല്ല യുവാക്കളെ, നിങ്ങൾ അങ്ങനെ കരുതണ്ട. ഞാൻ അങ്ങനെ വിവാദം പറയുന്ന ആളുമല്ല. പക്ഷെ ഇത് ആലോചിച്ചൊക്കെ എന്ത് വലിയ തെറ്റാണ് ഈ പറയണത്. അപ്പൊ വരൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. ആര്? അബൂബക്കർ. അപ്പൊ അവിടെ AP ഉണ്ട് എന്ന്. അപ്പൊ ഇയാൾ ഓടിച്ചെന്നു. അപ്പൊ റസൂലാണോ വലുത്? നിങ്ങൾ ചിന്തിക്ക്. നിഷേധിക്കാൻ കഴിയോ? ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഉണ്ട്. യൂട്യൂബ് സെർച്ച് ചെയ്യേ, അല്ലെങ്കിൽ ഞാൻ പ്രൂഫ് കാണിക്കാം. ഇപ്പല്ലേ ഈ കേരളത്തിൽ പോയിട്ടാലും കാണിക്കാം. റസൂലുള്ളാഹിനെക്കാട്ടും വലിയ ആള്. അപ്പൊ റസൂലിനേക്കാൾ ദുനിയാവിൽ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ പിശാചിന്റെ രൂപത്തിൽ അയാൾ വരും. ഫഖദ് കഫറ. ആ വെള്ളം വാങ്ങി കുടിച്ചാൽ കഫറായി പോകും മരണത്തിന്റെ സമയത്ത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇനി നമുക്കിഷ്ടം മമ്മൂട്ടിയോടാണെങ്കിൽ മമ്മൂട്ടിയുടെ രൂപത്തിലായിരിക്കും അപ്പോൾ പിശാച് വരിക. അത് വാങ്ങി കുടിച്ചാൽ ഫഖദ് കഫറ, അവൻ കഫറായി. നിസ്കരിച്ചതൊക്കെ വെള്ളത്തിലായി. അതാണ് നമ്മുടെ മുൻഗാമികൾ പാടിയത്. ദഹമൗതദ് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവൻ അട്ടുവാൻ ബദരീങ്ങളാൽ തുടറബ്ബന. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ പറയൂ, ഹുബ്ബിന്റെ, മുത്തുനബിയെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ മഹത്വം എന്താ? ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ. ഈമാനോട് കൂടെയല്ലാതെ ദുനിയാവിൽ നിന്നവൻ മരണപ്പെട്ടു പോകില്ല എന്ന അലിയുൽ മുർത്തള റളിയല്ലാഹു തആല. അതിനാ നമ്മൾ നബിയെ സ്നേഹിക്കുന്നത്. അതിനാ നമ്മൾ നബിയുടെ പേരിൽ ഒരുമിച്ച് കൂടുന്നത്. ഈമാൻ വലിയ പ്രശ്നമാണ്. ഒരാൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്താണ്? അതാണ് മരണത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡിൽ പറയുക എന്നത് ഫിസിക്കലി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരാളെ ജീവിതത്തിൽ ഈബത്താണോ കൂടുതൽ പറഞ്ഞത്? മരിച്ചു പോകുമ്പോ ഈബത്ത പറയാ. നമ്മൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വല്ലിമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ചെല്ലൂല്ല. ഇത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. എന്നാ 2-3 തവണയൊക്കെ ചൊല്ലി കൊടുക്കണം കേട്ടാ. അതുകൊണ്ട് സലാത്ത് വർദ്ധിപ്പിച്ചോളൂ. മഹാപ്രവാചകന്റെ മദ്ഹിനോട് പ്രേമം വെച്ചോളൂ. ആഖിബത്ത് വലിയ പ്രശ്നമാ. സകല പ്രവാചകന്മാരും 1,24,000-ഓളം പ്രവാചകന്മാരും ദുആ ചെയ്തതാണ്, അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. റബ്ബി ഖദ് അതൈതനി മിനൽ മുൽക്. അല്ലാഹുവേ, നീ എനിക്ക് മിസ്ർ എന്ന് പറയുന്ന സമ്പന്നമായ രാജ്യത്തിന്റെ ഭരണാധികാരം നൽകി. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്. നീ എനിക്ക് ജ്ഞാനം നൽകി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം സ്വപ്ന വ്യാഖ്യാനമാണ്. അത് നീ എനിക്ക് നൽകി. മുഅ്മിനെ, ഒരു മനുഷ്യന് അല്ലാഹു നൽകുന്ന, ദുനിയാവിൽ നൽകുന്ന 2 പ്രത്യേകത. ഒന്ന് ജ്ഞാനമാണ്, ഒന്ന് അധികാരമാണ്. ഇത് രണ്ടും ഒരുമിച്ച് കൂടുക എന്നുള്ളത് മഹത്വമാണ്. ചിലപ്പോൾ അധികാരം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ജ്ഞാനമുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ജ്ഞാനമുണ്ടാകും, പവർ ഉണ്ടാകില്ല. ഇത് രണ്ടും നൽകുക എന്നുള്ളത് മഹത്തായ പദവിയാണ്. അല്ലാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നീ എനിക്ക് നൽകി റബ്ബേ എന്ന് യൂസുഫ് നബി. പക്ഷെ എനിക്ക് വേണ്ടത്
ഫത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ നാഥ, എനിക്ക് വേണ്ടത് തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്ക് അല്ലാഹ്, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ. ഇതാണ് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത്. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുമാറാകട്ടെ. പേടിക്കേണ്ടതല്ലേ മുഅ്മിനീങ്ങളെ അത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് 22 ആളുകളുടെ ലിസ്റ്റ് വഹ്യുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. മുനാഫിഖീങ്ങളുടെ ലിസ്റ്റുമായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ ലിസ്റ്റ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂ തൽഹ അവിടത്തെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പുറത്തു വിടരുത്, ഇതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ്, പുറത്തു വിടരുത്. ചെറുപ്പക്കാരെ മുഅ്മിനീങ്ങളെ ഒന്ന് നന്നായി ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ റസൂലിന് ലിസ്റ്റ് കിട്ടി, പേര് സഹിതം 25 ആൾക്കാരുടെ. ആരാണത്? നിസ്കാരത്തിൽ മദീനത്തെ പള്ളിയിൽ മുത്തുനബിയുടെ പിന്നിൽ മഅ്മൂമായി നിൽക്കുന്നവർ. യാ അല്ലാഹ്, മുനാഫിക്കീങ്ങൾ ഫി ദർക്കിൽ അസ്ഫൽ, നരകത്തിന്റെ അടിത്തട്ടിലാണ് മുനാഫിക്കീങ്ങൾ. പരിശുദ്ധ ഖുർആൻ. ആ ആളുകൾ പേര് കൊണ്ട് മുസ്ലിമായ ആൾക്കാർ പിന്നിൽ നിൽക്കുന്നുണ്ട്, കാഫിരീങ്ങളല്ല, മുനാഫിക്കീങ്ങൾ. എന്നിട്ട് പോലും ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മുത്തുനബി പുറത്തുവിട്ടില്ല. എന്തുകൊണ്ട്? അതിനതിൻ്റെതായ കാരണമുണ്ട്. ഒരു മഹല്ല് ജമാഅത്തിന് ഒരു രഹസ്യമുണ്ടായിരിക്കും, ഒരു സംഘടനയ്ക്ക് ഒരു രഹസ്യമുണ്ടായിരിക്കും, ഒരു കുടുംബത്തിനൊരു രഹസ്യമുണ്ടായിരിക്കും, ഒരു സുഹൃത്ത് ബന്ധത്തിനൊരു രഹസ്യമുണ്ടായിരിക്കും, ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനൊരു രഹസ്യമുണ്ടായിരിക്കും. അത് ഔട്ട് ചെയ്യാൻ പറ്റിയതല്ല, അത് പരസ്യമാക്കാൻ പറ്റിയതല്ല. അതങ്ങാനും പരസ്യമാക്കിയിരുന്നുവെങ്കിൽ നിരത്തി നിർത്തും മദീനത്തെ പള്ളിയുടെ മുന്നിൽ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഒരു തലക്കന്ന് വെട്ടാൻ തുടങ്ങും, കട കട കടാന്ന് വെട്ടിടും. പുറത്തു കൊടുത്തില്ല. പക്ഷേ ഈ ന്യൂസ് ചോർന്നു. പേരല്ല, ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടി, എന്താ ന്യൂസ് പുറത്തായി. ഓടിക്കിതച്ച് ഒരാൾ മദീനത്തെ പള്ളിയിലെത്തി. ആര്? കിസ്റ പനിക്കോ കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൽ ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയ കിസ്റയെയും കൈസറിനെയും കിട്ടുകിട്ടാ വിറപ്പിച്ച സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് കടന്നു വന്നു. അബൂ തൽഹയോട് പറഞ്ഞു, ആ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂ, ആ ലിസ്റ്റ് ഇങ്ങോട്ട് തരൂല്ല. റസൂലുള്ളാഹി ഇത് തരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, തരാൻ പറ്റൂല. തരൂ, എനിക്ക് ആ ലിസ്റ്റ് കാണണം. ഇല്ല, തരൂല്ല. തൽഹായുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അബൂ തൽഹ ഇറങ്ങി ഓടുകയാ. പള്ളിയിൽ നിന്ന് മദീന അങ്ങാടിയിലൂടെ ഇറങ്ങി ഓടുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിലില്ല, ഉമറുൽ ഫാറൂഖ് പിന്നാലെ. നമ്മൾ വിചാരിക്കുന്നത് ആ ലിസ്റ്റ് കിട്ടിയിട്ട് ആൾക്കാരെ കൊല്ലാനാണ്. അല്ലേ അല്ലേ അല്ലേ? എന്നാൽ അതിനല്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വിളിച്ചു പറഞ്ഞു, അബൂ തൽഹ ഒന്ന് തരണേ, ഒരു നോക്ക് ഞാനൊന്ന് കാണട്ടെ, എന്റെ പേരതിലുണ്ടോ, എന്റെ പേരതിലുണ്ടോ? 25 ആളുകളുടെ ലിസ്റ്റിൽ ഉമറിന്റെ പേരുണ്ടോ? അതൊന്ന് കാണാനാ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ആരാണ് മുഅ്മിനേ ഇത് പറയുന്നത്? ഉമറും ഫിൽ ജന്നാ, ഉമർ സ്വർഗത്തിലാ. ഉമർ ഒരു വഴിയിലൂടെ പുറപ്പെട്ട മറുഭാഗത്തുകൂടെ പിശാച് വന്ന പിശാച് വഴിമാറി പോകുമെന്ന് പറഞ്ഞ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് പറയാണ്, എന്റെ പേരതിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആഖിബത്തിന്റെ പേടിയാണ് മുഅ്മിനേ. റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് കുറഞ്ഞു പോയിട്ട് ഞാൻ മുനാഫിഖായോ എന്ന പേരാ. ഇവിടെ നമ്മളോ സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കുകയാണ്. ആലോചിച്ചു നോക്ക്.
നോക്കും മുഅ്മിനേ, ഉമർ തങ്ങൾ പേടിച്ചു. ആഖിബത്ത് എന്തായി പോകുമെന്ന് പരിധി വെടിപ്പെട്ട് എന്റെ പേരതിലുണ്ടോന്നറിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചെങ്കില് ഇവിടെ ഞാനും നിങ്ങളുമോ സ്വർഗത്തിന്റെ ടിക്കറ്റ് കൊടുക്കുന്ന തിരക്കിലാ. ഇതാണ് സമസ്തയും മറ്റു പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചെറുപ്പക്കാരെ ആലോചിക്ക. ഇതാണ് വ്യത്യാസം. ഇവിടെ ഒരാള് പാതിരാത്രി സ്വപ്നം കണ്ടതത്രേ, ശൈഖ് അബൂബക്കർ സ്വർഗത്തിലിരുന്ന് ടിക്കറ്റ് കൊടുക്കുക. അപ്പൊ ഉറപ്പിച്ചു സ്വർഗത്തിലാണ്. ഉമർ ഫാറൂഖോ, എന്റെ പേര് മുനാഫിക്കിലുണ്ടോ? ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരയും. നിങ്ങൾ ഇത് ആലോചിച്ചിട്ട് നമ്മുടെ അവസ്ഥ എന്താ? നബിയോടുള്ള സ്നേഹത്തിന്റെ കുറവ് കൊണ്ട് നമ്മളെ ആഖിബത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആലോചിച്ച് ബഷീർ കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത്തിരി സ്നേഹം നബിയോട് കുറഞ്ഞു പോയോ എന്ന് കരുതിയിട്ട് റസൂലുള്ളാഹിനെ പ്രണയിച്ച ഉമറുൽ ഫാറൂഖിനെ പോലെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? എന്നിട്ടാണ് ആ മനുഷ്യൻ പറയുന്നത് എന്റെ പേര് മുനാഫിക് എന്ന ലിസ്റ്റിലുണ്ടോ എന്ന്. ഉറപ്പില്ല കാര്യം. നമ്മൾ സ്വർഗം ഉറപ്പിച്ചു, നമ്മൾ ടിക്കറ്റ് കൊടുക്കുക. ഇതാണ് സത്യത്തിന്റെ പാത എന്ന് തിരിച്ചറിയാൻ ഒരു ഉദാഹരണം. അത് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഇടയിൽ പറഞ്ഞു പോയതാ. ആഖിബത്ത് അല്ലാഹു നമുക്ക് ഖൈറാക്കി തരുമാറാകട്ടെ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി വഫാത്തായപ്പോ നമ്മൾ കണ്ടതല്ലേ? ആരാണ്ടാ എന്റെ നബി മരിച്ചു എന്ന് പറയുന്നേ? ആരാ? എന്റെ റസൂല് മരിക്കൂല. മൂസ കലീമുള്ള തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ എന്റെ നബി അള്ളാന്റെ അടുത്തേക്ക് പോയതാ. വരും, എന്റെ ഹബീബ് വരും, മരിക്കില്ല എന്റെ നബി എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഊരിപ്പിടിച്ച വാളുമായി മുത്തുനബിയുടെ ജനാസക്ക് മുന്നിൽ നിന്ന് ചരിത്രത്തിലെ ഉരുക്കു മനുഷ്യൻ മനസ്സ് പൊട്ടി, അവിടത്തെ ബോധം മറഞ്ഞുപോയി. മക്കയുടെ മലഞ്ചെരുവുകളിലൂടെ കയ്യിലൊരു ചട്ടവാറും കാലിൽ ചെരുപ്പിടാതെ ചപ്രച്ച തലമുടിയുമായി കൊമ്പൻ മീശയുമായി പരുപരുക്കനായി നടന്നുപോയ ഉരുക്കു മനുഷ്യൻ മുത്തുനബി വഫാത്തായപ്പോ വിങ്ങിപ്പൊട്ടിയിട്ട് മനസ്സ് വല്ലാതെയായി പോയിട്ട് പറയാ, ജനാസ കാണാൻ വേണ്ടി സഹാബത്ത് വരുമ്പോ കടക്കരുത് റസൂലുള്ളാന്റെ റൂമിലേക്ക്. എന്റെ നബി മരിക്കൂല, എന്റെ നബി മരിച്ചിട്ടില്ല. മൂസ നബി പോയതുപോലെ തൗറാത്ത് വാങ്ങാൻ പോയതാ, ഇപ്പൊ വരും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിനെ ചേർത്ത് പിടിച്ചു മാറ്റി നിർത്തിയിട്ട് ആ കാതിൽ പറഞ്ഞു, ഉമറേ എന്താ ഇത്? നമ്മുടെ നബി മരിച്ചു ഉമറേ, നമ്മുടെ നബി വഫാത്തായി ഉമറേ. അതുവരെ ദേശം കൊണ്ട് വിറച്ച ഉമറുൽ ഫാറൂഖിന്റെ കയ്യിൽ നിന്ന് വാള് താഴോട്ട് വീണുപോയി. അബൂബക്കർ ബിൻ അബീ ഖുഹാഫയുടെ നെഞ്ചിൽ വീണിട്ട് ഉമറുൽ ഫാറൂഖ് ചോദിക്കുന്നുണ്ട്, അബൂബക്കറേ മുത്തുനബി മരിക്കുമോ അബൂബക്കറേ? അവിടത്തേക്ക് ഖുർആൻ അറിയാഞ്ഞിട്ടല്ല, തൗഹീദ് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. മരണത്തിന്റെ പ്രേമത്തിന്റെ കടുപ്പം കൊണ്ട് നമ്മുടെ നബി മരിക്കുമോ അബൂബക്കറേ? അതെ, മരിച്ചു അബൂബക്കറേ. ഒരു കൊടുങ്കാറ്റ് പോലെ ജനാസക്കരിയിലേക്ക് തിരിഞ്ഞു വന്നു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. മുത്തുനബിയുടെ പരമപരിശുദ്ധമായ നൂറാനിയത്തിന്റെ മുഖകമലത്തിൽ ഇട്ട ആ വസ്ത്രം മാറ്റിയിട്ട് ആ അധരപുടങ്ങളിൽ ചുംബനമർച്ചിച്ച് പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ആ മനുഷ്യനാണ് പറയുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചതിൽ ഹുബ്ബ് കുറഞ്ഞു പോയിട്ട് മുനാഫിഖായോ, ഞാൻ മുനാഫിഖായോ എന്ന് കരുതി ലിസ്റ്റ് ചോദിച്ച് ഓടി നടന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ. മുഅ്മിനീങ്ങളെ, നമുക്കെവിടെയാ ഭയം? നമുക്കെവിടെയാ പേടി? നമ്മൾ എവിടെയാ ഉറപ്പിച്ചു നിൽക്കുന്നത്? അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിച്ചാലല്ലാതെ, അവിടത്തെയോട് മദ്ഹിനോട് പ്രേമമില്ല ഉണ്ടായാലല്ലാതെ ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ, അതുകൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. മക്കത്തൂദിച്ച നീലാവേ മദീനത്താണവാ നൂറേ സല്ലല്ലാഹു.
നിലാവോ അമ്പരത്തിനാകെ ഒളിവോ സല്ലല്ലാഹു അലത്തീനാകെയും നേതാ ലോകത്തീനാകെയും താജ സല്ലല്ലാഹു പാരിജാതത്തിൻ്റെ പൂവേ പാതിരാവിൻ്റെ നീലാവേ സല്ലല്ലാഹു ഇമാമുന ഖർഹി റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ ഹയ്യഅ അത്അമ വജമഅ ഇഖ്വാന വലബിസ ജദീദ വഔഖദ സിറാജ വതഅത്തറ വതബഖറ ആരെങ്കിലും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭക്ഷണം നൽകിയാൽ മൻ ഹയ്യഅ അത്അമ ആരെങ്കിലും ഭക്ഷണം തയ്യാർ ചെയ്താൽ വജമഅ ഇഖ്വാന ജനങ്ങളെ അതിനുവേണ്ടി ഒരുമിച്ച് കൂട്ടുകയും ചെയ്താൽ വലബിസ ജദീദ പുതുവസ്ത്രം അണിയുകയും ചെയ്താൽ വഔഖദ സിറാജ വെളിച്ചം പ്രകാശിപ്പിക്കുകയും ചെയ്താൽ വതഅത്തറ അത്തർ സുഗന്ധം പൂശുകയും ചെയ്താൽ വതബഖറ അവിടെ സുഗന്ധം പുകപ്പിക്കുകയും ചെയ്താൽ എന്തിന് ലിഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലൂദിനു വേണ്ടി ഇതൊക്കെ ഒരാൾ തയ്യാർ ചെയ്താ നാളെ ഖബറിൽ നിന്ന് പരലോകത്തേക്ക് അവർ യാത്രയാവുക മിനൽ അംബിയാഇ വൽ മുർസലീൻ അമ്പിയാക്കന്മാരുടെ കൂടെ അവർ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് യാത്ര ചെയ്യുമെന്ന് ഇമാമുന ഖർഹി നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ആളുകൾക്ക് ശാപ്പാട് കഴിക്കാനുള്ള ഒരു പരിപാടിയല്ല, മനസ്സിലായോ? ചിലർക്കൊക്കെ തോന്നുക ഇത് ശാപ്പാട് കഴിക്കാൻ വേണ്ടി. ആർക്കാ മോമിനിയങ്ങളെ ശാപ്പാട് ഇത്ര വലിയ ആവശ്യം? ഈ ഉസ്താദുമാര് പോയി ഇടങ്ങറായത് ഞാനല്ലേ കണ്ടത്. ഏത് വീട്ടിൽ പോയാലും ചപ്പാത്തി, പൊറോട്ട, ആട്, കോഴി, എന്റെ വാപ്പേ പറയാൻ പറ്റാത്തൊക്കെ ഉണ്ട്. എന്നിട്ട് ഉസ്താദുമാര് ഇടങ്ങറാക കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ തൊട്ട് നോക്കണുള്ളൂ. ഇത് ശാപ്പാട്ടിന് വേണ്ടിയിട്ടല്ലല്ലോ മോമിനിയങ്ങളെ. അല്ലെ ഇത് പണ്ട് വേണമെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ആക്ഷേപിക്കാം. പണ്ട് ഒരുപാട് പണ്ട് ശാപ്പാടില്ലാത്തൊരു കാരണം. ഇന്ന് ആരുടെ വീട്ടിലെ ശാപ്പാടില്ല? ആരുടെ പോക്കറ്റിലെ 1000ന്റെ നോട്ടില്ലാത്ത മോമിനിയങ്ങളെ? കേരളത്തിൽ ഒരു ചിക്കൻ 65 ഒരാൾ ഒരു ദിവസം കഴിക്കുന്നുണ്ട്. അപ്പൊ അത് അതിനു വേണ്ടിയിട്ടല്ല. ഇത് നമ്മളെക്കാൾ വിവരമുള്ള പ്രഗത്ഭനായ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ ഈ വാക്കുകൾ വേറെ അർത്ഥത്തിൽ അവിടുന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖർഹി തങ്ങളുടെ ഉദ്ധരണിയാണ് ഞാൻ പറഞ്ഞത്. മൻ ഹയ്യ അത്അമ ഭക്ഷണം തയ്യാർ ചെയ്തു, വജമഅ ഇഖ്വാന ആളുകളെ ക്ഷണിച്ചു, വലബിസ ജദീദ അതിനുവേണ്ടി പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞു, വഔഖദ സിറാജ വിളക്ക് കത്തിച്ചു വെച്ചു. കണ്ട, ഈ വിളക്കൊക്കെ വെറുതെ ഭംഗിക്ക് കത്തിച്ചില്ല.
നബിദിനത്തിന് അലങ്കാര ബൾബ് കത്തിക്കുമ്പോൾ ചിലർ ചോദിക്കും, എന്തിനാ അതൊക്കെ ദൂർത്തല്ലേ? ബന്റെ മോളുടെ കല്യാണത്തിന് 2 ലക്ഷത്തിന്റെ ബൾബ് കത്തിക്കുമ്പോൾ എനിക്ക് ഒരു ദൂർത്തുമില്ല. റസൂലുള്ളാഹിന്റെ മൗലൂദിന് വേണ്ടി ഒരു ബൾബ് കത്തിച്ച ദൂർത്തില്ലേ? ഇവിടുത്തെ കാര്യമല്ല, നാട്ടിലത്തെ കാര്യ. കുറച്ചു കാലം കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഈ ചോദ്യം വരും. അതുകൊണ്ട് ഇപ്പോഴേ ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ പറയാ, ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിളക്ക് കത്തിച്ചു വെച്ചു, അത്തർ വേണം. അതുകൊണ്ട് ഇനി മൗലൂദിന് വരുമ്പോ എല്ലാവരും ഓരോ കുപ്പി അത്തർ അവിടെ വെക്കുക, എല്ലാവർക്കും പുരട്ടി കൊടുക്കാൻ വേണ്ടി വെക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുഗന്ധം പുകപ്പിക്കണം. നാളെ നമ്മുടെ മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് ആരുടെയെങ്കിലും വീട്ടിൽ ഈ ഗൾഫിൽ ഊത് പുകപ്പിക്കണ സാധനമുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ കൊണ്ടുവരിക. ഊത് ആരുടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക. കറണ്ടിൽ കുത്തുന്നതുകൊണ്ട്, കട്ടയിൽ കത്തിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒന്ന് കൊടുന്ന് ഈ സ്റ്റേജിൽ അങ്ങനെ പുകയട്ടെ. ഇമാമുന ശാഫിയുടെ വാക്ക് കൊണ്ട് ഈ സദസ്സ് നിറയട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് ബീർബലിന്റെ പാലുമാതിരി ആകരുത്. ബീർബൽ പാല് കൊണ്ടുവരാൻ പറഞ്ഞു തന്റെ മന്ത്രിമാരോട്. അപ്പൊ എല്ലാവരും കരുതിയ മറ്റോ കൊണ്ടുവരുമല്ലോ, ഞാൻ കൂടുതലും കുഴപ്പമില്ല, പാത്രത്തിൽ ഒഴിക്കാനാ പറഞ്ഞു. നേരം വെളുത്ത് നോക്കുമ്പോ ആരും പാൽ ഒഴിച്ചിട്ടില്ല. എന്നമാതിരി മറ്റോ കൊണ്ടുവരുന്ന ചെയ്തിട്ടുള്ള ആരും കൊണ്ടുവരാതിരിക്കരുത്. ആരെങ്കിലും വീട്ടിലുണ്ടോ? തങ്ങൾ ഉസ്താദിന്റെ മൗന സമ്മതത്തോടെ ഞാൻ പറഞ്ഞു പോയതാണ്. ആരെങ്കിലും വീട്ടിലുണ്ടോ ഊത് പുകപ്പിക്കുന്ന സാധനം? അത് ശരി, ആരുടെ വീട്ടിലുമില്ല. ഭയങ്കര പ്രവാചക സ്നേഹമുള്ള നാടാണെന്ന് ഞാൻ കരുതിയത്. ഇനി എന്തെങ്കിലും മക്കത്ത് അജ്ജനോ ഉംറക്കോ പോകുമ്പോൾ മേടിച്ചോണ്ടിരുന്ന കേട്ടാ. അല്ലെങ്കിൽ കൊച്ചിയിലുണ്ടാവും ഊതുമഹൽ. ഊതു തന്നെ പോയി വിവാദം. ഊതുമഹൽ പറഞ്ഞ് കുടുങ്ങണ്ട കേട്ടാ, അത് പോപ്പിക്കണം. ഇനി അതില്ലെങ്കിൽ എല്ലാവരും ഓരോ കുപ്പി അത്ര കൊടുന്നു പോയി നാളെ വരുമ്പോ. എന്നിട്ട് ഈ മേശപ്പുറത്ത് തങ്ങൾ ഉസ്താദിന്റെ മുമ്പിൽ കൊടുന്ന് വെച്ചാൽ മതി. നമുക്ക് ലേലം വിളിക്കാമല്ലോ, തേക്കും ചെയ്യാം. ഇത് തമാശക്ക് പറഞ്ഞല്ല, ആരൊക്കെ കൊണ്ടുവരുന്ന നമുക്ക് നോക്കാം. എന്നോടുള്ള സ്നേഹമല്ല, തങ്ങൾ ഉസ്താദിനുള്ള സ്നേഹമല്ല, അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹബ്ബ് കൊണ്ട് ഒരു അത്തർ, ഇത്ര പോകുന്ന ഒരു അത്തർ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൊണ്ടുവരാത്തവനും ആമീൻ തന്നെയാണ് പറയണത്. നാളെ അറിയാം ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പൊ നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് മൗലൂദൊക്കെ വലിയ ആരവത്തിൽ നല്ല ഇതിൽ മദീനത്ത് പുണ്യ റൗളയുടെ തൊട്ടടുത്ത് മൗലൂദിന്റെ മജ്‌ലിസ് ഉണ്ട്. 6ഓളം മൗലൂദിന്റെ മജ്‌ലിസ് ഉണ്ട്. മക്ക ഹറമിലുണ്ട്. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരക്കുട്ടി നടത്തുന്ന മൗലൂദിന്റെ സദസ്സ് മക്ക മുക്കറമയിലുണ്ട്. ബാബുൽ ഉംറയുടെ വാതിലിലൂടെ പണ്ടുപോയാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നടന്നെത്താമായിരുന്നു. പലവട്ടം പങ്കെടുത്ത ഒരാളെന്ന് പലക്ക് പറയട്ടെ. മക്കയിലും മദീനത്തുമുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയ അറേബ്യൻ ഊദിന്റെ സുഗന്ധ പരിമളം, മുഗള ചക്രവർത്തിമാരുടെ ദർബാർ പോലെ കുശ്യനിട്ട തറ, മുകളിൽ മനോഹരമായ മേലാപ്പ്, അറബികൾ പ്രായമുള്ളവരും ഇല്ലാത്തവരും പുണ്യനബിയുടെ ഖസീദകൾ നസീദകൾ പാടുമ്പോ ഇരുന്ന് കരയ. മാഷാ അല്ലാഹ്. ഒരു പരിധി വരെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഞാനത് കണ്ടു. ആ ഇരുത്തവും തറയിൽ വിരിപ്പും ഒക്കെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഒരു ഊതിന്റെ കുറവ് കൂടിയുണ്ട്, നിങ്ങൾ കത്തിക്ക്. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ മൗലൂദ് പറഞ്ഞാൽ ഒരു മൗലൂദ് ഇങ്ങോട്ട് വന്ന് വീഴും നിലത്ത്. അതിന്റെ പിന്നാലെ ഒരു തലയണ, തലേ ദിവസം ഉറങ്ങിയിട്ട് കേലൊക്കെ ഒലിപ്പിച്ചൊരു തലയണ. അതിന്റെ മുന്നിൽ ഒരു തോർത്തുമുണ്ട്, വാഴയുടെ കറയൊക്കെ വീണ്ട തോർത്തുമുണ്ട്. ഈ തോർത്തുമുണ്ടോ തലയണയോ ഈ ഹോസ്പിറ്റലിൽ അനസ്തേഷ്യ കൊടുക്കേണ്ട രോഗിയുണ്ട്, ഈ മുഖത്ത് കൊണ്ട ചവിട്ടാ മതി, അപ്പൊ ബോധം കിടും. അത്ര കടുപ്പായിരിക്കും. എന്നിട്ടോ മൗലൂദിന് വിളിച്ച ആൾ ഒരിക്കലും സദസ്സിൽ ഇരിക്കാറില്ല. അടുത്ത കാര്യമാണ്, ഇവിടുത്തെ കാര്യമല്ല. ഇവിടെ ഞാൻ മൗലൂദിൽ പങ്കെടുത്തിട്ടില്ല. അയാൾ പുറത്തായിരിക്കുക. അവന്റെ മരുവനും അതിലിരിക്കൂല, മരുവനൊക്കെ പുറത്തുണ്ടാകുക. എന്താ ഇതൊക്കെ അവർക്ക് പറ്റിയ പരിപാടി ഇല്ലല്ലോ. എന്നിട്ട് പോകുമ്പോ 2 പരിപാടി ഉണ്ട്. ഞാനിവിടെ പറയണില്ല, 2 പരിപാടി ഉള്ളൂ. മൗലൂദിന്റെ മൗനിന്റെ മജ്‌ലിസിലിരിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ ആത്മീയ സാമീപ്യം മൗലൂദിന്റെ മദ്ഹിന്റെ വേദിയിൽ ഉണ്ടെന്നാ നമ്മുടെ വിശ്വാസം. അവിടത്തെ റൂഹുണ്ടല്ലോ, അവിടത്തെ റൂഹുൽ ഖുദ്സ്, അത് വരും മുഅ്മിനേ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഹുബ്ബുൻ നബി വമദ്ഹു ഖൈറുൻ അമൽ, അവിടത്തെയോടുള്ള മഹബ്ബത്തും
അവിടത്തെയോടുള്ള മദ്ഹിനോടുള്ള മഹബത്തും അത് ഖൈറുൻ അമൽ, അത് വല്ലാത്ത ഖൈറായ അമലാണ്. ഖിയാമം നാളോളം ഇവിടെ ഇരിക്കുന്ന തലമുറയൊക്കെ മരിച്ചു പോയാലും പുതിയ പുതിയ തലമുറ ആമേനി ദ്വീപിൽ ഉടലെടുക്കുമല്ലോ. ഖിയാമം നാൾ വരെ ന്യൂ ജനറേഷൻ ഉണ്ടാകുമല്ലോ. ഈ തങ്ങൾ ഉസ്താദ് മരണപ്പെട്ടു പോകും, ഇവിടെയുള്ള നിങ്ങളൊക്കെ മരണപ്പെട്ടു പോകും. 500-800 കൊല്ലം വീണ്ടും കടന്നുപോയാ ഇവിടെയുള്ള തലമുറ വീണ്ടും മൗലൂദ് ചൊല്ലട്ടെ. ഈ സാർത്ഥകമായ മദ്ഹിന്റെ ഈ പ്രയാണം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അതിന്റെ പുണ്യം നമുക്കൊക്കെ അല്ലാഹു തരും മുഅ്മിനീങ്ങളെ. അപ്പോ യാഖിബത്ത് രക്ഷപ്പെടാനുള്ള ഒരു മരുന്നാണ് ഇച്ചിരി കുറഞ്ഞു പോയാലും ഇതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ രക്ഷപ്പെടും, ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ പേരിൽ അമല് വരച്ച കള്ളത്തൊരീക്കത്തേര് പറയുന്നുണ്ട്, ദിക്റില്ല മതി, നിസ്കരിക്കുന്നു വേണ്ടെന്ന്. അവരൊക്കെ വിറക് മുട്ടിയെടുത്ത് മണ്ടക്കടി കിടക്കും. ശംസുലമ പറഞ്ഞതുപോലെ അങ്ങനെയല്ല. അമല് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇനി നമുക്ക് അമല് ചെയ്യാൻ പറ്റുമോ? എന്റെ ഈ പ്രസംഗത്തിൽ ഒരു വിഷയം അത് വരുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയണില്ല. അമല് ചെയ്യാൻ നമ്മുടെ അടുത്ത് എവിടെ അമലുള്ളത്? ഹബ്ബ് കൊണ്ടേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. മുഅ്മിനീങ്ങളെ, 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരാളെ അല്ലാഹു നാളെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന അതിന്റെ ഡെമോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 500 കൊല്ലം എങ്ങനത്തെ ഇബാദത്ത് എന്നറിയോ? ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അയാൾ ഇബാദത്ത് ചെയ്തത്. വിഷയത്തിന് മാറി ഈ ഒരു ഭാഗം മാത്രം ഞാൻ പറയുന്നുള്ളൂ. 500 കൊല്ലം ഒരു പർവ്വതത്തിന്റെ മുകളിൽ, ചുറ്റും ഉപ്പുവെള്ളമാണ്, ലഗൂണല്ല, ഉപ്പുവെള്ളമാണ്. പുറത്തേക്ക് കടക്കാൻ പറ്റൂല. എല്ലാ പ്രഭാതങ്ങളിലും താഴോട്ടിറങ്ങി വന്ന ഒരു മരത്തിൽ നിന്നൊരു പഴം വീഴും. അത് ഭുജിച്ചാൽ അന്ന് പകലും അന്ന് രാവും പിന്നെ വിശക്കൂല. എല്ലാ രാവിലെയും ഒരു ശുദ്ധജലത്തിന്റെ പ്രവാഹമുണ്ടാകും. അത് കുടിച്ചാ പിന്നെ ദാഹിക്കൂല. അങ്ങനെ ആരും കാണാതെ ഒരു മനുഷ്യന്റെ ഗന്ധമില്ലാതെ 500 കൊല്ലമാണ് ഇബാദത്ത് ചെയ്തത്. അയാളിതാ മഹ്ശറയിലെത്തി അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ അള്ളാഹു മലക്കുകളോട് അയാളുടെ കണക്കൊക്കെ കൂട്ടിയിട്ട് അവസാനം പറയുകയാണ്, ഇയാളെ സ്വർഗത്തിലേക്ക് കടത്ത്. അദ്ഖിൽ ഫിൽ ജന്നാ ബിനിഅമതി വഫീ റിവായത്തിൻ ഉഖറാ ബിറഹ്മതി. എന്റെ ഔദാര്യം കൊണ്ട് ഇയാളെ സ്വർഗ്ഗത്ത് കടത്ത്. നോട്ട് ദ പോയിന്റ്. എന്റെ ഔദാര്യം കൊണ്ട് ഇയാളെ സ്വർഗ്ഗത്ത് കടത്ത്. അപ്പൊ അയാൾ തിരിഞ്ഞു വെക്കും. ആര്? ഈ വലിയ മനുഷ്യൻ, ഈ ആബിദായ ആശിഖായ ഈ മുത്തഖിയായ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു, അല്ലാഹുവേ എന്തുട്ട് വർത്താനാണ് ഈ പറയുന്നത്? എന്റെ അമലുണ്ട് കടത്ത് സ്വർഗത്തിലേക്ക്. നിന്റെ ഔദാര്യം എന്തിനാ എനിക്ക്? ആലോചിച്ചോ. എന്റെ അമലുണ്ട് കടത്ത്, നിന്റെ ഔദാര്യം ആവശ്യമില്ല. കാരണം എന്റെ ഇബാദത്തിൽ കുഴപ്പമില്ല, എന്റെ ഇബാദത്ത് കൃത്യമാണ്, പിഴവില്ലാത്ത ഇബാദത്താണ്. ഈ കണ്ണുകൊണ്ട് ഞാൻ ഹറാം കണ്ടിട്ടില്ല, ഈ ചെവി കൊണ്ട് ഞാൻ ഹറാം കേട്ടിട്ടില്ല, ഈ കൈ കൊണ്ട് ഞാൻ ഹറാം ചെയ്തിട്ടില്ല, ഈ കാല് കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല, ഈ തൊണ്ടയ്ക്ക് താഴെ ഹറാമിന്റെ അന്നം കഴിച്ചിട്ടില്ല അല്ലാ. പിന്നെ എന്തിനാ എന്റെ അമലിന് പകരം സ്വർഗം താ? അല്ലാഹ് പറയും, സ്റ്റോപ്പ്, നിർത്ത. മലക്കുകളോട് പറയൂ, ഞാൻ ഇയാൾക്ക് ചെയ്ത നിഅമത്തും ഇയാൾ എനിക്ക് പകരം ചെയ്ത അമലും ഒന്ന് കമ്പയർ ചെയ്യ്, പരിശോധിക്ക്. അമല് തൂക്കാനല്ല ഇപ്പൊ പറയണത്, രണ്ടിന്റെ വലിപ്പം നോക്ക്. മലക്കുകളോട് സുബ്ഹാനഹു വ തആല പറയുകയാണ്. മലക്കുകൾ പരിശോധിക്കും. മുഅ്മിനീങ്ങളെ, ഒന്നുകൂടി ആലോചിക്ക്. നമ്മുടെ അമലിന് എത്ര പിഴവുണ്ടാകും? ഇപ്പൊ നമ്മളെ ആരെങ്കിലും നിരീക്ഷിക്കുന്നു, നിസ്കരിക്കുന്നു കണ്ട റുക്കുവൊക്കെ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി കൃത്യമായിരിക്കും. നമ്മൾ റൂമിൽ ഒറ്റക്കാണല്ലോ, കൊക്ക് വെള്ളത്തിൽ ചാടിയ മാതിരിയായിരിക്കും നമ്മള്. അപ്പൊ നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു ഓഹരി എന്ത് ചെയ്യുന്നുണ്ട്? നോക്കിയുന്ന ആൾക്ക് പോയിട്ടുണ്ട്.
റിയ അള്ളാഹു കാക്കുമാറാകട്ടെ. വേറെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അള്ളാഹു കാക്കല്ലാതെ ഒരു മാർഗവും അതിലില്ല. അള്ളാഹു കാക്കട്ടെ. മുഅ്മിനീങ്ങളെ, നീ നമ്മൾ ഇബാദത്ത് ചെയ്താലും നമ്മൾ കാണുന്നത് പലപ്പോഴും ഹറാമാണ് അല്ലേ? വേണ്ടാന്ന് വിചാരിച്ചാലും കണ്ടു വരില്ലേ? അപ്പൊ അതവിടെ പോയി. കേൾക്കേണ്ടി വരുന്നതോ ഗീബത്ത്. നമ്മൾ ഗീബത്ത് പറഞ്ഞില്ല എന്ന് കരുതുക, അപ്പോഴും ചെവിട്ടിൽ വന്നിട്ടുള്ള മറ്റുള്ള കണ്ടല്ലേ എന്താ പോയില്ലേ കാര്യം. അപ്പൊ നമ്മുടെ അടുത്ത് എന്താ ഉള്ളത് പിന്നെ നിസ്കരിക്കുമ്പോ? അള്ളാഹു നമുക്ക് ഇബാദത്ത് പൂർണ്ണമാക്കി തെരുമാറാകട്ടെ. ഇയാൾ നമ്മുടെ മാതിരിയാണോ ഈ വലിയ മനുഷ്യൻ? അല്ല. 500 കൊല്ലം മനുഷ്യവാസമില്ലാത്ത, ജനങ്ങളില്ലാത്ത ഈ പ്രദേശത്ത് ഒറ്റക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അള്ളാഹു പറയും, പരിശോധിക്ക് മലക്കേ, പരിശോധിക്ക്. എന്റെ നിഅമത്താണോ ഇയാളുടെ അമലാണോ വലുതെന്ന് പരിശോധിക്ക്. മലക്കുകൾ പരിശോധിച്ചിട്ട് അവസാനം പറയുകയാണ്, യാ അല്ലാഹ്, നീ ഈ മനുഷ്യന് നൽകിയ ഒരു കണ്ണില്ലേ റബ്ബേ, ഒരു കണ്ണില്ലേ റബ്ബേ, ആ കണ്ണിന് പകരം ഇയാള് ഇബാദത്ത് ചെയ്യേണ്ടത് 500 കൊല്ലമാണ് അല്ലാഹ്. 500 കൊല്ലം ഒരു കണ്ണിന് ഇബാദത്ത് ചെയ്യണം പടച്ചോനെ. ഇയാളാകെ എത്ര കൊല്ല ഇബാദത്ത് ചെയ്തത്? എത്ര കൊല്ല? 500. അപ്പൊ ഒരു കണ്ണ് കഴിഞ്ഞപ്പോ കഴിഞ്ഞു. ഈ കണ്ണിനെവിടെ? ഇല്ല. മൂക്കിനെവിടെ? ഇല്ല. പല്ലിനെവിടെ? ഇല്ല. നാവിനില്ല, ഹൃദയത്തിനില്ല, കൈകാലുകൾക്കില്ല, ശരീരത്തിന്റെ അവയവങ്ങൾക്കൊന്നും ഇബാദത്തില്ല. ഒരു കണ്ണിന് പകരമേ 500 കൊല്ലത്തെ ഇബാദത്തുള്ളൂ. അതുകൊണ്ട് വലിച്ചെറിയൂ നരകത്തിലേക്ക്. ജല്ല ജലാലായ റബ്ബുൽ ഇസ്സ പറയുമ്പോ അയാള് പറയുമത്രേ, നാദാ പിഴച്ചുപോയി റബ്ബേ, എന്റെ നിഗമനം തെറ്റി റബ്ബേ, എന്നെ സ്വർഗത്തിലേക്ക് കടത്ത് അല്ലാഹ്. ബിനിഅമതിക ബിറഹ്മതിക, നിന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിൽ കടത്ത്. അമലില്ല റബ്ബേ എന്ന് മനുഷ്യൻ പറയുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. ആലോചിക്കും മുഅ്മിനേ, എന്റെ കയ്യിൽ എവിടെ ഇബാദത്ത്? 90 കൊല്ലം ജീവിച്ച് ഇബാദത്ത് ചെയ്താലും ഇതേപോലെ ഒരു പരിശോധന അള്ളാഹു നടത്തിയ ഒരു കണ്ണിന്റെ ഇമക്കുള്ള ഇബാദത്ത് പാപികളായ നമ്മുടെ കയ്യിലുണ്ടോ? ഇതിന്റെ പേരിലാണോ അഹങ്കാരം? ഇതിന്റെ പേരിലാണോ നമ്മൾ മുത്തുനബിയുടെ മദ്ഹ് പറയുമ്പോ എതിർക്കുന്നത്? അതുകൊണ്ടല്ലാതെ, ഹുബ്ബ് കൊണ്ടല്ലാതെ, ഔദാര്യം കൊണ്ടല്ലാതെ രക്ഷപ്പെടില്ല മുഅ്മിൻ. അമല് കൊണ്ട് രക്ഷപ്പെടാൻ കയ്യിലില്ല മുഅ്മിനെ. അല്ലാഹു ചോദിക്കുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാന വശഫതൈൻ വഖദൈനാഹുൻ നജ്ദൈൻ. ഞാനല്ലയോ നിങ്ങൾക്ക് നയനങ്ങൾ നൽകിയത്? ഞാനല്ലയോ നിങ്ങൾക്ക് നാവ് നൽകിയത്? ഞാനല്ലയോ നിങ്ങൾക്ക് ചുണ്ട് നൽകിയത്? ഞാനല്ലയോ നിങ്ങൾക്ക് സന്മാർഗ പാതകൾ കാണിച്ചു തന്നത്? അഫലാ തശ്കുറൂൻ, നന്ദി കാണിക്കുന്നില്ലേ? പരിശുദ്ധ ഖുർആൻ. നമ്മളെവിടെ നന്ദി കാണിച്ചു? അമല് ചെയ്തു എന്ന് അഭിമാനിക്കുന്നോ? സ്വർഗം ഉറപ്പാക്കി ടിക്കറ്റ് മുറിക്കുന്നോ നമ്മൾ? ഇല്ല മുഅ്മിനേ, കയ്യിലൊന്നുമില്ല. ഹുബ്ബല്ലാതെ, പ്രണയമല്ലാതെ, മുത്തുനബിയോട് സ്നേഹമല്ലാതെ ഒന്നും രക്ഷപ്പെടാൻ വസീലയായിട്ടില്ല. അതാണ് പറഞ്ഞ മാലി സിവ ഹുബ്ബി ലദൈക വസീലത്തുൽ ഫംനുൻ അലയ്യ ബിഫളി ജൂദിക അസ്അദി. സല്ലു മൗലായ സല്ലി വസൽ. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു രോഗി കിടക്കുകയാണ്. പ്രഗത്ഭനായ രോഗി. സ്വിസ് ബാങ്കിൽ 1000 കോടിയുടെ
1000 കോടിയുടെ പണമുള്ള മനുഷ്യൻ, പ്രഗത്ഭനായ മനുഷ്യൻ. ആ മനുഷ്യൻ ഒരിക്കൽ തന്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരികയാ. തന്റെ മെഴ്സിഡസ് ബെൻസ് കാറിൽ നിന്ന് കാല് താഴേക്ക് വെച്ചപ്പോ കാലങ്ങ് തെന്നി തലയടിച്ചു വീണു. അയാള് ശബ്ദിക്കുന്നില്ല. ഇന്ത്യയിലെ അതിപ്രഗത്ഭരായ വിശ്വഗ്രന്മാർ, ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റ് ചെയ്തു. അതെ, 1.5 ലക്ഷം മുതൽ 5.5 കോടി വരെ രൂപ വിലയുള്ള മാഗ്നറ്റിക് റിസൾട്ട്സ്, ഔട്ട്സൗണ്ട് സോണോഗ്രാഫി തുടങ്ങിയ യന്ത്ര സംവിധാനങ്ങൾ അയാളുടെ കട്ടിലിന്റെ സമീപം വെച്ചു. ഇയാൾ കിടക്കുന്ന കട്ടില് ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി മെഡിക്കൽ എക്യുപ്മെന്റുകളുള്ള പാരാമെഡിക്കൽ റൂമില് 2 ഡോക്ടർമാര് ഓരോ സമയവും ഇയാളെ നിരീക്ഷിച്ചു. ഇയാളുടെ ബ്ലഡ് സർക്കുലേഷൻ, ഇയാളുടെ ചലനം നിശ്ചലനം, ഇയാളുടെ ഈ രോഗത്തിന്റെ പ്രോഗ്രസ് എല്ലാം പരിശോധിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഇല്ല, ഇയാൾക്ക് സംസാരിക്കാൻ ഇനി കഴിയൂല, മിണ്ടണില്ല, കണ്ണ് തുറന്നു കിടക്കുകയാണ്, കൈകാലുകൾ അനക്കുന്നുണ്ട്, ചുണ്ട് വിതുമ്പുന്നുണ്ട്, കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്, പക്ഷെ ഒരക്ഷരം പറയാ പറ്റുന്നില്ല. അവര് വിട്ടില്ല, കുടുംബങ്ങൾ വിട്ടില്ല. അമേരിക്കയിലെ ടെക്സസാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2 ഡോക്ടർമാര്, ഈ വിഷയത്തിൽ ബിരുദം ലഭിച്ച 2 ഡോക്ടർമാര് പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിൽ, ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ അവര് വന്നിറങ്ങി. അവര് വന്നു ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവിടുത്തെ ഡോക്ടർമാരൊക്കെ അണിനിരന്നു. ഈ അമേരിക്കൻ ഡോക്ടർമാര് പരിശോധിച്ചു. അല്പസമയം കഴിഞ്ഞിട്ട് അവര് പറയുകയാ, ഇല്ല, ഇയാൾക്ക് ഇനി മിണ്ടാൻ പറ്റൂല. ലോകത്ത് സാധ്യമായ എവിടെ നിങ്ങൾ കൊണ്ടുപോയാലും ഇയാൾക്ക് ഇനി സംസാരിക്കാൻ പറ്റൂല. സർജറി സാധ്യമല്ല, എന്തെങ്കിലും കൃത്രിമ ഉപകരണങ്ങൾ വെച്ച് പിടിപ്പിക്കൽ സാധ്യമല്ല. ഇനി ഇയാള് മിണ്ടൂല. മുഅ്മിനേ, സിരകളിൽ രക്തം പാഞ്ഞൊഴുകുന്ന യുവാക്കളെ, അമേരിയുടെ ഭാവി വാഗ്ദാനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ, എന്നും എപ്പോഴും മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടതില്ലേ? അല്ലാഹുവിന്റെ ഖുദ്റത്താ, അല്ലാഹുവിന്റെ ഖുദ്റത്താ, അല്ലാഹുവിന്റെ ഖുദ്റത്താ വലുത്. മരുന്നിന് ശക്തി കൊടുക്കുന്നവൻ തമ്പുരാനാ, മരുന്നില്ലാതെ ശിഫയാക്കുന്നവൻ തമ്പുരാനാ. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഞാനല്ലയോ കണ്ണ് നൽകിയത്, ഞാനല്ലയോ നാവ് നൽകിയത്. റബ്ബങ്ങ് പിടിച്ചു വെച്ചപ്പോ പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. മടങ്ങാ നമ്മുടെ വിഷയത്തിലേക്ക്. അപ്പൊ ആലോചിച്ചു നോക്ക്, അല്ല നൽകിയ കണ്ണുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പോലും നമുക്ക് കഴിയുന്നില്ല. പടച്ചവൻ നൽകിയ ഒരു നാവിന് ശുക്ർ ചെയ്യാം. ഈ പുരുഷായുസ് മതിയാകില്ല. എന്ത് മനോഹരമായ നമ്മൾ സംസാരിക്കുന്നത്. മഹൽ ഭാഷ പറയുന്നവര്, മലയാളം കൃത്യമായി പറയുന്നവര്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവര്, പല ഭാഷ, സങ്കര ഭാഷ സംസാരിക്കുന്നവര്, മിണ്ടാൻ വയ്യാത്ത എത്ര പേരാ എറണാകുളത്തെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? കൈകൂപ്പി നമ്മുടെ മുന്നിൽ വന്നിട്ട് യാചിക്കുന്നത് കണ്ടിട്ടില്ലേ? കണ്ണ് കാണാത്ത എത്രയാളാ ജീവിച്ചിരിക്കുന്നത്. കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ ഞങ്ങൾക്ക്? ഇന്ന് ഞങ്ങൾ പോയപ്പോ ഒരു ഭാഗം പാർശ്വം മുഴുവൻ തളർന്നു പോയാ ഒരു സഹോദരൻ വന്ന് നിലവിളിക്കുകയാ. നിറ കണ്ണുകളോടെ മിണ്ടാൻ വയ്യാതെ വിതുമ്പുകയാ. ഒരു നിമിഷം കൊണ്ടല്ലേ വന്നുപോയത്. കരുണക്കടലായ റബ്ബ് ശിഫയാക്കട്ടെ. ദാരിമി ഉസ്താദിന്റെ വാപ്പ, ആ മനുഷ്യനും അവിടെ തളർന്നു കിടപ്പാ. അല്ലാഹു ശിഫ നൽകട്ടെ. റബ്ബേ, ഞങ്ങൾ
ഞങ്ങൾക്കത് തന്നില്ലല്ലോ, ഞങ്ങളുടെ കയ്യിന് കുഴപ്പമില്ലല്ലോ, ഞങ്ങളുടെ കണ്ണിന് കുഴപ്പമില്ലല്ലോ, ഞങ്ങളുടെ കാലിന് കുഴപ്പമില്ലല്ലോ എന്നെന്തേ ആലോചിക്കാതെ പോകുന്നത്? ഇതിന് പകരം നൽകാൻ കയ്യിലെന്താ അമലുള്ളത്? 5 വക്ത നിസ്കാരമോ, റമദാനിലെ നോമ്പോ, ഏതോ ഒരു ഹജ്ജോ, അത് മതിയോ പകരം നൽകാ? അള്ളാഹു നൽകിയ കണ്ണിന്റെ മുകളിലെ ഈ ഇമയില്ലേ, പീലിയില്ലേ, അതൊന്ന് നഷ്ടപ്പെടട്ടെ, പിന്നെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂല. പരിശോധിക്കണമെങ്കിൽ കത്രിക കൊണ്ടൊന്ന് മുറിച്ചു നോക്കി രാത്രിയില്, പിന്നെ ജീവിതത്തിൽ നിങ്ങൾ കണ്ണടച്ചുറങ്ങൂല. അള്ളാഹു ഈ കണ്ണിൽ ഒരു ലിക്വിഡ് നൽകിയിട്ടുണ്ട്, അതില്ലാതിരുന്നാ പിന്നെ കണ്ണ് ചലിക്കൂല, കൃഷ്ണമണി പിന്നെ അനങ്ങൂല. ഇതൊക്കെ നൽകിയില്ലേ? ഹൃദയം എത്ര നന്നായിട്ടാ വർക്ക് ചെയ്യുന്നത്. പ്ലേസ് മേക്കർ പിടിപ്പിച്ച എത്രയെത്ര രോഗികളാ നമുക്കിടയിലുള്ളത്. ബൈപ്പാസ് കഴിഞ്ഞ എത്രയെത്ര ആളുകളാ മുന്നിലുള്ളത്. നമുക്കത് അല്ലാഹു തന്നില്ലല്ലോ എന്നെപ്പോഴെങ്കിലും ആലോചിച്ചോ? കൈകാലുകൾക്ക് വേദന സഹിക്കവയ്യാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത എത്ര രോഗികളാ പ്രിയപ്പെട്ടവരെ ഉള്ളത്. നമുക്കത് അല്ലാഹു തന്നില്ലല്ലോ. യുവാക്കളെ, എന്തുകൊണ്ടങ്ങനെ ആലോചിക്കുന്നില്ല? പിന്നെ ഇതിന് പകരം ചെയ്യാൻ, ഈ ആഫിയത്തിന് പകരം നൽകാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യന് അല്ലാഹു നൽകിയ മഹത്തായ സമ്മാനങ്ങളില് ഹിദായത്ത് കഴിച്ച പിന്നെ ഏറ്റവും വലുത് ആഫിയത്ത മുഹമ്മദ് മുസ്തഫ. ഇതിനൊന്നും അമലില്ലാത്ത നമ്മളെങ്ങനെ റബ്ബുൽ ഇസ്സാന്റെ മുന്നിൽ പോയി നിൽക്കും? അപ്പോൾ അടിസ്ഥാനപരമായി രക്ഷപ്പെടാൻ മാർഗം ഏതാണെന്നറിയോ? അത് സ്വലാത്താ, അത് ഹുബ്ബാ, അത് റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബാ. ആ മനുഷ്യനോട് 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അല്ലാഹ് പറയുകയാണ്, മൻ ഖവ്വാക അലാ അമലിക. ആരാണ്ടാ നിനക്ക് കഴിവ് നൽകിയത് ഇബാദത്ത് ചെയ്യാൻ? മൻ ഖവ്വാക അലാ അമലിക. ആരാ അമൽ ചെയ്യാൻ കഴിവെന്നത്? നീ ഉണ്ടാക്കിയതാണോ? നീ ജിമ്മിൽ പോയി ഉണ്ടാക്കിയതാണോ? ഞാൻ കഴിവെന്നിട്ടല്ലേ നീ നിസ്കരിച്ച്? അല്ലാഹുവിന്റെ ചോദ്യം. ആരാടോ നിനക്ക് ഓരോ പ്രഭാതങ്ങളിലും ഈ നിനക്ക് വെള്ളം തന്നത്? ചുറ്റും ഉപ്പ് വെള്ളമാ, ശുദ്ധജലമായ പ്യുവർ വാട്ടർ തന്നത് ആരാ? ഞാനല്ലേ? അല്ലാഹുവിന്റെ ചോദ്യം ഉത്തരമില്ല. ആരാണ് നിനക്ക് ഓരോ സന്ധ്യകളിലും ഈ പഴം നൽകിയത്? ഒരു വൃക്ഷം പോലും ഇല്ലാത്ത ഈ മൊട്ടക്കുന്നിന്റെ മുകളിൽ നിനക്ക് പഴം നൽകിയത് ആരാ? ഞാനല്ലേ? ആരാ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആയുസ് നൽകിയത്? ഞാനല്ലേ? എന്നിട്ട് നീ എന്നോട് എന്റെ ഔദാര്യത്തോടെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ ചോദിക്കുകയോ എന്ന് പടച്ച തമ്പുരാൻ ചോദിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പിൽ ഒരു മിനിറ്റെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കുക. മുത്തുനബിയെ സ്നേഹിക്കണോ? അത് ഇബാദത്ത് ചെയ്ത് മാത്രം സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അല്ലാഹു നമ്മുടെ ആഖിബത്ത് ഖൈറിലാക്കി തരുമാറാകട്ടെ. നമുക്ക് തിരിച്ചു പോകാം മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്ത് പ്രണയിച്ച കാഴ്ച എന്താ? ഒരു സഹാബി ഈത്തപ്പനക്ക് നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഈത്തപ്പനക്ക് നനച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മകൻ വന്ന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി വാപ്പാ. ഈ പാത്രം അങ്ങ് വലിച്ചെറിഞ്ഞു. ആ മനുഷ്യൻ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കൈ ഉയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മ അദ്ഹിബ് ബസരീ. എന്റെ കണ്ണിന്റെ കാഴ്ച കളയി റബ്ബേ, എന്റെ കണ്ണിന്റെ കാഴ്ച കളയി. എനിക്ക് റസൂലുള്ളാഹി ഇല്ലാത്ത ദുനിയാവ് കാണണ്ട, എനിക്ക് എന്റെ ഹബീബില്ലാത്ത മദീന കാണണ്ട. കണ്ണുകൊണ്ട് കയ്യങ്ങുകൊണ്ട് മുഖമങ്ങ് തുടച്ചപ്പോ അയാളുടെ കാഴ്ച അങ്ങ് പോയി, കാഴ്ച മറഞ്ഞുപോയി. യാ അല്ലാഹ്, മകന്റെ കൈ പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ കിടക്കുന്ന വീട്ടിലേക്ക് ആ സഹാബി വരികയാ. ആ വാപ്പാന്റെ കൈ മുത്തുനബിയുടെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. അത് നെറ്റിയിലിരുന്ന് ഇങ്ങനെ വിറച്ചു. മുത്തുനബിയുടെ മൂക്കിലൂടെ ഇങ്ങനെ അരിച്ചു നടന്നു. ഹബീബിന്റെ റോസാദളം പോലെ തുടുത്ത ചുണ്ടുകളിൽ ആ സഹാബിയുടെ വിരലുകൾ മൃദുവായി പതിഞ്ഞു. എന്നിട്ട് തന്റെ ചുണ്ടിനോട് ചേർത്ത് ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് കാണാൻ വയ്യ നബിയേ,
ഈ മുഖമിങ്ങനെ കാണാൻ വയ്യ നബിയേ, എനിക്കിനി ദുനിയാവ് കാണണ്ട നബിയേ. ആ സഹാബി വര്യൻ വിതുമ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഒരു ചിന്തക്കുള്ള ഒരു വക നൽകുക. ഇങ്ങനെ ഒരാൾക്ക് ദ്വാരക്കാൻ പാടുവോ? ഹറാമല്ലേ ആ പ്രാർത്ഥന? എന്റെ കണ്ണ് പൊട്ടിക്കണേ, എന്റെ കാല് മുറിയണേ, ഞാനൊന്ന് മരിച്ചു പോണേ എന്ന് ദ്വാരക്കാൻ പാടില്ല, അത് ഹറാമാണ്. സഹാബത്ത് പരിധി വിട്ടിട്ട് പോലും നബിയെ സ്നേഹിച്ചു എന്നതാണ് ഇതിന്റെ അടയാളം. പരിധിക്കപ്പുറം പോയി സ്നേഹിച്ചു. നിങ്ങൾ പറയും അങ്ങനെ ദ്വാരക്കാൻ പാടുമോ? പാടില്ല. കണ്ണുമൊട്ടറയൊന്നും ദ്വാരക്കാൻ പാടില്ല. ഞാൻ ഒന്ന് ചത്തുപോയെങ്കിൽ എന്നൊക്കെ ചില ആൾക്കാർ ദേഷ്യം വന്നാ പറയും, സങ്കടം വന്നു. അങ്ങനെ പറയാൻ പാടില്ല. അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ട് പറഞ്ഞു പോയതാ. വേറൊരു സഹാബിയെ ഞാൻ പറഞ്ഞുതരാം. ഒരു സഹാബി വരൻ മുടി നീട്ടി വളർത്തി. ഇദാ അർസലത് വസലത് ഇലൽ അർള്. ആ മുടി കെട്ടഴിച്ചിട്ടാൽ ഭൂമിയിൽ മുട്ടും. ഇനിയിപ്പോ ഇത് തെളിവാക്കിയിട്ട് സന്തോഷിക്കാൻ വരട്ടെ, അവസാനം വരെ കേട്ടിട്ട് മതി സന്തോഷിക്കുക. ഈ മുടി കെട്ടഴിച്ചിട്ടാൽ നിലത്ത് മുട്ടും. ആളുകൾ ചോദിച്ചു സഹാബിയോട്, എന്താ മുടി വെട്ടാത്തത്? ഇത് ഹറാമല്ലേ, എങ്ങനെ മുടി വളർത്തൽ? പെണ്ണുങ്ങൾ കൂടി എടുത്ത മുടിനാവില്ല, പനങ്കലമായിരുന്നു നിലത്ത്. ആള് കെട്ടിവെച്ചിട്ട് എപ്പോഴും നടക്കുക. അങ്ങനെ പുരുഷന്മാർക്ക് മുടി വളർത്താൻ പാടില്ല. അതുകൊണ്ടാണല്ലോ സഹാബത്ത് ചോദിക്കുന്നത്, എന്താണ് മുടി വെട്ടാത്തത്? അല്ലാഹുവിന്റെ ഹബീബ് ചെവിക്കുറ്റിക്ക് താഴെ മുടി വളർത്തിയിട്ടില്ല, പിന്നെ എന്താ ദീനിൽ നീ പുതിയതുണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആ സഹാബി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാനിത് വെട്ടൂല്ല. വഖദ് മസ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. പുണ്യനബിയുടെ കൈ കൊണ്ട് എന്റെ ശിരസിൽ ഹബീബായ പ്രവാചകൻ തടവിയിട്ടുണ്ട്. മുത്തുനബിയുടെ നൂറാനിയത്തിന്റെ തിരുകര സ്പർശം ഏറ്റ മുടി വെട്ടിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മുടി വെട്ടൂല എന്ന സഹാബി. ആലോചിച്ച് നോക്കൂ മുനികളെ, ഹറാമല്ലേ അങ്ങനെ മുടി വളർത്തൽ? റസൂലുള്ളാഹിക്ക് ഇത്ര മുടി ഉണ്ടായിട്ടുള്ളൂ, പനങ്കൊലമായിട്ടുള്ള കെട്ടുകണക്കിന് മുടി ഉണ്ടായിട്ടില്ല. ഞങ്ങളോടൊക്കെ പൂതന്മാരുണ്ട്, പൂരത്തിന് പൂതൻ, അതിന്റെ മുടി ഉണ്ടാവും. ഈ പ്ലാസ്റ്റിക്കിന് മുടി ഇങ്ങനെ കിടന്ന ആടും. അങ്ങനത്തെ മുടി ലോകത്ത് പലരും സൂക്ഷിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിരിക്കണ്ടെന്ന് പലതുണ്ട്. അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല, അത് റസൂലുള്ളാഹി പ്രാകൃതനായി പോകും. അല്ലാഹു കക്കുമാറാകട്ടെ. യാ അല്ലാഹ്, ആലോചിച്ച് നോക്കൂ മുനികളെ. ഇനി അതില്ലാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോയിൽ ശരിക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള ചെറുതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വലിയോടത്താ കൂടെ നിൽക്കണത്, അതൊന്ന് മുറിച്ചിട്ടാ കൂടെ നിൽക്കണത്. റസൂലുള്ളാഹിന്റെ മുടിയൊക്കെ നമ്മൾ ഈ മത്തി മുറിക്കണ മാതിരി മുറിച്ചിട്ട് കൊടുക്കുക. ഒരു റെസ്പെക്റ്റും ഇല്ലാതെ, ഒരു ആദരവും ഇല്ലാതെ ആണെങ്കിൽ, റസൂലുള്ളാഹിന്റെ മുടിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ വിവാഹത്തിന് വേണ്ടി പറയില്ല, ഞങ്ങനല്ലേ, അങ്ങനെ കാണിക്കണില്ലേ? ഒരു ചെക്ക നിട്ടാ മുറിക്കണത്, ഒരു അതവും ഇല്ല. അതിനെ പിടിച്ചിട്ടേ ഞങ്ങളോടൊക്കെ ഇറച്ചി മുറിച്ചു കൊടുക്കുക. ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിൽ ഇരിക്കുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവനെ വിളിച്ചു. റസൂലുള്ളാഹിന്റെ മുടി കളഞ്ഞു. ഹജ്ജ് കഴിഞ്ഞിട്ടേ മുടി കളഞ്ഞു, വടിച്ചു. എന്നിട്ട് പറഞ്ഞു, അഖ്സിം ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇത് ഓഹരി വെക്ക്. അപ്പൊ റസൂലുള്ളാഹിയുടെ മുടി കുറെ ആൾക്കാർക്ക് 5, 10 ഇങ്ങനെ ഓരോ പിടി കൊടുത്തു. 1,10,000-ഓളം സഹാബത്തുണ്ട്. എത്ര? 1,10,000-ഓളം സഹാബത്ത് അറഫ മൈതാനിയിൽ പുണ്യനബിയുടെ വിദാഇന്റെ ഹജ്ജിന്റെ വേളയിൽ 1,10,000 ആളുകൾക്ക് മുടി കൊടുത്താൽ, അങ്ങനെ ഓരോ പിടി കൊടുത്താൽ എത്ര ഉണ്ടാവും പറഞ്ഞു? ഒരു മനുഷ്യന്റെ മുടിയെ നിങ്ങൾ നമ്മുടെ സങ്കല്പിച്ചു നോക്കി. അത് വടിച്ചിട്ടു ഓരോന്ന് കൊടുത്തിട്ടുണ്ടാവില്ല. എന്തായാലും ഇങ്ങനെ എണ്ണാൻ പറ്റേണ്ടത്. അത് കൊടുത്തപ്പോ എത്ര ആൾക്ക് എത്തിണ്ടാവും? ഇനി 1,10,000 ആൾക്ക് കിട്ടിയരുത്, ഓരോന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവിടുന്ന് ഈ കെട്ടുകണക്കിന് മുടി എവിടുന്ന വരുന്നത്? അബുദാബിയില്. അല്ല, നിങ്ങൾ പറയും, ഈ കെട്ടുകണക്ക് കൊല മുടി എവിടുന്ന വരുന്നത്? ഇതെന്താ നീളം വെക്കുക എന്നാ ഒരുത്തം പ്രസംഗിച്ചത്? നീളം വെക്കുകയാണെന്ന്. ഇതെന്താ അലാസ്റ്റിക്കോ? നീളം വെക്ക. അങ്ങനെയാണെങ്കിൽ 1400 കൊല്ലം കൊണ്ട് മദീനത്തുനിന്ന് അമേനി ദ്വീപിലേക്ക് വരത്തണ്ടേ നീളം വെച്ചിട്ട്? അതെന്താ നീളം വെക്കാത്തത്? ആളുകളെ പൊട്ടന്മാരാക്കുക. അപ്പൊ ഈ സഹാബിയുടെ ചരിത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഇനി തെളിവാക്കണ്ടെന്ന് പറഞ്ഞ ഈ സഹാബി പറഞ്ഞ തിയറി എന്താണെന്നറിയോ? ഞാനിത് വെട്ടൂല. ആ സഹാബികൾ ചോദിച്ചതെന്താ? അള്ളാന്റെ റസൂൽ ഇത്രയേറെ മുടി വളർത്തിയിട്ടില്ലല്ലോ മോനെ,
കണ്ടോ? ആ ചോദ്യത്തിന് അടിവരയിട്. പിന്നെന്തിനാ നിങ്ങൾ മുടി വളർത്തിയത്? അപ്പൊ പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി ഉണ്ടായത് കൊണ്ടല്ല, പിന്നെയോ ഹബീബിന്റെ തിരുകരമില്ലേ, ആ കരം കൊണ്ട് മസ്സബിയദിഹി, എന്റെ മുടി ഇങ്ങനെ തടവിയിട്ടുണ്ട്. ആ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? പുന്നാര നബിയുടെ കൈയൊന്ന് തട്ടി എന്നതുകൊണ്ട്. പ്രണയമാണത്, ഹുബ്ബാൻ. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ, ആ സ്നേഹം നമ്മുടെ മനസ്സിൽ നൽകുമാറാകട്ടെ. ഹുബ്ബ് കൊണ്ട് ഒരു മനുഷ്യന്റെ കഥ കൂടി പറഞ്ഞ് ഇന്ന് നമ്മൾ പിരിയാം. അബൂബക്കറുൽ ബഗ്ദാദി, അബൂബക്കറിൽ മലബാരിയല്ല, അബൂബക്കറുൽ ബഗ്ദാദി. അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ വലിയ സ്നേഹമുള്ള ആളാ. സ്നേഹമുണ്ട് എന്ന് പറയല് മാത്രമല്ല, വല്ലാത്ത സലാത്താണ്. ഏത് സമയത്തും സലാത്താ, എപ്പോഴും സലാത്താണ്, ഏത് നിമിഷവും സലാത്താണ്. അവിടുന്ന് മദീനത്തേക്ക് വരാൻ കൊതിച്ചോ? ബാഗ്ദാദിൽ നിന്ന് മദീനയിലേക്ക് അദ്ദേഹം വരാൻ കൊതിച്ചോ? മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ റൗദാ ശരീഫിൽ കിടന്നിട്ട് അന്നത്തെ മദീനയുടെ ഗവർണർക്ക് സ്വപ്ന ദർശനം നൽകുകയാണ്. ഇത് പകര കണ്ട സ്വപ്നമല്ല, ഇത് മുത്തുനബിയുടെ സ്വപ്നമാ. അന്നത്തെ മദീനയുടെ ഗവർണർ മുത്തഖിയായ ഒരു മനുഷ്യനാണ്. സ്വപ്നം നൽകി, മദീനയുടെ അതിർത്തികളൊക്കെ സീല് വെച്ചോ. അബൂബക്കറുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മദീനയിലേക്ക് കടക്കാൻ വരുന്നുണ്ട്. അയാളെ കടത്തിവിടല്ലേ മുഅ്മിനീങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച, ഏത് സമയത്തും സലാത്ത് ചൊല്ലിയ മനുഷ്യൻ മദീനയുടെ അതിർത്തിയിൽ വന്നപ്പോ പോലീസുകാര് തിരിച്ചയച്ചോ, നിങ്ങൾക്ക് പ്രവേശനമില്ല, നിങ്ങൾക്ക് മദീന ഹറമിലേക്ക് കടക്കാൻ പറ്റൂല. നിറഞ്ഞ കണ്ണുകളോടെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് മദീനയിൽ നിന്ന് വിടവാങ്ങി അബൂബക്കറുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പിന്നെയും അദ്ദേഹത്തിന് മദീനയിലെത്താൻ കൊതി തോന്നി. സലാത്ത് ചൊല്ലി ചൊല്ലി മദീനയിൽ എത്താൻ തുടങ്ങിയപ്പോ അന്നത്തെ രാത്രിയിലും മുത്തുനബി സ്വപ്നം നൽകുകയാ. മദീനയുടെ അതിർത്തി മുഴുവൻ വളഞ്ഞു വെച്ചോ, അബൂബക്കറുൽ ബഗ്ദാദി വരുന്നുണ്ട്. ആ സംഭവം കേട്ടപ്പോ, സ്വപ്നം കണ്ടപ്പോ, സ്വപ്നത്തിൽ തന്നെ മദീനയുടെ ഗവർണർ മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് അയാളുടെ പ്രശ്നം നബിയെ? അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോ അയാള് മുഹിബ്ബാണ് നബിയെ, മുത്തഖിയാണ് നബിയെ, അങ്ങയോട് വലിയ സ്നേഹമാണ് നബിയെ, പിന്നെന്താണ് മദീനയിൽ കടത്താത്തത്? അപ്പൊ റസൂലുള്ള പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അത് തന്നെയാണ് പ്രശ്നം, അത് തന്നെയാണ് പ്രശ്നം. എന്താണെന്നറിയോ? അയാൾക്കെന്നെ വലിയ ഹുബ്ബാ, അയാൾക്കെന്നെ വലിയ ഇഷ്ടമാ. അയാളെങ്ങാൻ എന്റെ റൗളാ ശരീഫിൽ വന്നാൽ എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് റൗളയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. എനിക്കെന്റെ ഹബീബിനെ ഒന്ന് കാണാൻ റൗളയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. അത് അല്ലാഹുവിന്റെ തീരുമാനത്തിനെതിരല്ലേ? അതുകൊണ്ടാണ് അയാളെ കടത്തിവിടരുത് എന്ന് പറഞ്ഞത്, അല്ലാതെ വെറുപ്പ് കൊണ്ടല്ല. അയാൾ എന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ വട്ടവും അയാൾ വന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, തന്റെ സലാത്താണ് തടസ്സം നിൽക്കുന്നത്. ഇത് പറയുമ്പോഴാണ് ആളെ തിരിച്ചറിയുന്നത്. സലാത്ത് ഉറക്കെ ചെല്ലുന്ന ആളാണെന്ന് മദീനയിൽ പാട്ടായി. മദീനയുടെ അതിർത്തിയിൽ വെച്ച് ഒരാളോട് അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് മദീനയുടെ അതിർത്തി കടത്തുമോ? ചെക്ക് പോസ്റ്റ് ഒന്ന് കടത്തിവിടുമോ? എനിക്ക് നേരെ പോകാൻ പറ്റൂല.
എന്നെ തിരിച്ചറിഞ്ഞാ മടക്കി അയക്കും. അതുകൊണ്ട് ഞാൻ പുല്ലിന്റെ കെട്ടിന്റെ ഉള്ളിൽ കിടക്കാം, എന്റെ മുകളിൽ പുല്ല് വെച്ച് കെട്ടിക്കോ, അങ്ങനെ അങ്ങ് കടത്തിവാൽ മതി. അങ്ങനെ തലച്ചുമടായി ഈ പുൽക്കെട്ടിന്റെ ഉള്ളിൽ അബൂബക്കർ ബഗ്ദാദി മദീനയിലേക്ക് കടക്കുകയാണ്. അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ ഇങ്ങനെ കടക്കുകയാണ്. പരിശോധന നടക്കുമ്പോ ഉടനെ പട്ടാളക്കാരിലാരോ മുഹമ്മദ് മുസ്തഫ എന്നൊന്ന് പറഞ്ഞപ്പോ സ്വയം മറന്നിട്ട് പരിസരം അങ്ങ് മറന്നുപോയി. മുത്തുനബിയുടെ പേര് കേട്ടപ്പോ അബൂബക്കറുൽ ബഗ്ദാദി ആ കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ അങ്ങ് സലാത്ത് ചൊല്ലി, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇറക്കി വെച്ചു, തിരിച്ചയച്ചു അദ്ദേഹത്തെ. പ്രിയപ്പെട്ടവരെ, പുണ്യനബിയുടെ സലാത്തിന് കൊണ്ട് ഹബീബിന്റെ അടുത്തെത്താനുള്ള മാർഗം അതാണ്. ഒരു സംഭവം കൂടി രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ത്വരീഖയുടെ മഹാനായ ശൈഖില്ലേ അഹമ്മദുൽ കബീർ റിഫായി, ആ മഹാനായ മനുഷ്യൻ എല്ലാ പ്രഭാതങ്ങളിലും സുബഹി നമസ്കാരം കഴിഞ്ഞ വീടിന്റെ മുന്നിൽ നിന്ന് മണ്ണെടുത്ത് കയ്യിലെടുത്തിട്ട് ചുംബിക്കാറുണ്ട്. ആളുകൾ ചോദിച്ചു, അഹമ്മദുൽ കബീറേ, എന്താണ് മണ്ണ് ചുംബിക്കുന്നത്? എന്താണ് പച്ചമണ്ണ് ചുംബിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്താ? ഞാൻ ഈ മണ്ണ് ചുംബിക്കുന്നത് ജദ്ദീ വസനദീ വഹബീബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിലെ മണ്ണാണ് ചുംബിക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചു, അഹമ്മദുൽ കബീർ, ഇത് മദീനയല്ലല്ലോ, ഇത് ബാഗ്ദാദ് അല്ലേ അഹമ്മദുൽ കബീർ? അപ്പൊ അവര് പറഞ്ഞ മറുപടി, ഞാൻ വാരിയെടുത്ത മണ്ണുണ്ടല്ലോ, ഞാൻ വാരിയെടുത്ത മണ്ണ്, ഇതിനോട് മുട്ടിക്കിടക്കുന്ന ഒരു മണ്ണില്ലേ, അതിനോട് മുട്ടിയൊരു മണ്ണില്ലേ, അതിനോട് മുട്ടിയൊരു മണ്ണില്ലേ, അതിനോട് മുട്ടിയൊരു മണ്ണില്ലേ, അങ്ങനെ മുട്ടി 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 ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് മരുഭൂമിയുടെ അങ്ങേ തലക്കല് മദീനയില്ലേ, മദീനയിലെ മണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളേ അല്ലേ മുട്ടി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടുമുറ്റത്തെ മണ്ണ് ചുംബിച്ചതെന്ന് അഹമ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പ്രണയമാണത്, ഹുബ്ബാണത്, പ്രേമമാണത്. അവിടുന്ന് പിന്നെ മദീനത്തെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്ത് അവിടുന്ന് എത്തിച്ചേരുകയാ. ഹബീബിന്റെ റൗള ശരീഫിലെത്തിയപ്പോ റൗളയുടെ മുന്നിൽ നിന്ന് അവിടുന്ന് വിളിച്ചു പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ജദ്ദീ, എന്റെ വല്യപ്പാപ്പ, ഞാൻ എന്റെ വീടിന്റെ മുമ്പില് മണ്ണാണ് ചുംബിക്കാറുള്ളത്. ഇന്ന് എനിക്ക് മണ്ണല്ല ചുംബിക്കേണ്ടത്, അതുകൊണ്ട് കൈയിങ് തരൂ, കൈയിങ് തരൂ. റൗള ശരീഫിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങള് കയ്യങ്ങ് നീട്ടിക്കൊടുത്തു. അഹമ്മദുൽ കബീർ തങ്ങളത് ചുംബിച്ചിട്ട് പറഞ്ഞു, വല്ലിപ്പാപ്പ, ഞാൻ അഹമ്മദുൽ കബീർ അല്ല. അഹമ്മദുൽ കബീർ എന്ന് പറഞ്ഞ വലിയ അഹമ്മദ് എന്ന പേര് എന്നെ ആളുകൾ അങ്ങനെ വിളിക്കാണ് നബിയേ. ഞാൻ ഹൈമിദ, ഞാൻ കൊച്ചു അഹമ്മദാണ് നബിയേ. തെരുതരാ ചുംബിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല
മദീനയുടെ രാജകുമാരനെ സ്വപ്നത്തിൽ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. മദീനയിൽ ഒരു തവണയെങ്കിലും പോയി സിയാറ ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.